السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹു നമ്മേവരെയും അവൻ ഇഷ്ടപ്പെടുന്ന അടിയാറുകളിൽ ഉൾക്കൊള്ളിക്കുമാറാവട്ടെ. റബ്ബിൻ്റെ ദീൻ യഥാവിധി പഠിക്കാനും പ്രയോഗിക്കാനും അങ്ങനെ ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കുന്നവരുടെ ഗണത്തിൽ ഉൾപ്പെടാനും റഹ്മാനായ റബ്ബ് നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ഇന്ന് നമ്മൾ ചർച്ചക്കെടുക്കുന്നത് വളരെ ദാർശനിക പ്രാധാന്യമുള്ള ഒരു വിഷയമാണ്. മഹാന്മാരായ സഹാബ കിറാമിനെ അധിക്ഷേപിച്ചുകൊണ്ട് അവർ ദീനിൽ പല പല അബദ്ധങ്ങളും കടത്തിച്ചേർത്തു എന്നാരോപിച്ചുകൊണ്ട് പരിശുദ്ധ ഇസ്ലാമിൻ്റെ മറ്റാർക്കുമില്ലാത്ത മനോഹരമായ ആധികാരികത ഇല്ലാതെയാക്കാൻ വേണ്ടി കഠിനമായി അധ്വാനം ചെയ്യുന്ന കുറേ ആളുകൾ നമ്മുടെ കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അവരിൽ പ്രമുഖനാണ് CH മുസ്തഫ മൗലവി എന്നറിയപ്പെടുന്ന ഒരു മനുഷ്യൻ. അപ്പോൾ അദ്ദേഹം ഈയിടെ ഒരു ഖുതുബ പ്രഭാഷണം എന്ന രീതിയിൽ സംഘടിപ്പിച്ച ഒരു ക്ലിപ്പ് വ്യാപകമായി പ്രചാരണം നേടുന്നുണ്ട്. ഇപ്പോൾ ഇസ്ലാം വിരുദ്ധരായ പല ആളുകളും, പ്രത്യേകിച്ച് നാസ്തികരായ ആളുകളൊക്കെ അത് ആഘോഷമാക്കുകയും നമ്മുടെ മുഅ്മിനീങ്ങളാകുന്ന പല സഹോദരന്മാർക്കും അത് സെൻഡ് ചെയ്ത് പാവപ്പെട്ട മുഅ്മിനീങ്ങളെ ദീനിൽ നിന്ന് വഴിതെറ്റിക്കാനുള്ള ഗംഭീരമായ ശ്രമം നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ ഒരു സന്ദർഭത്തിലാണ് സഹാബാ കിറാം ആരായിരുന്നുവെന്നും സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം ഖിലാഫത്തിന് അർഹൻ ആരായിരുന്നുവെന്നും മഹദിയാവുന്ന ഫാത്തിമ ബി റളിയല്ലാഹു അൻഹയെ മുന്നിൽ നിർത്തി ഷിയാക്കൾ പടച്ചുവിട്ട ദുരാരോപണങ്ങൾ പുതിയ രീതിയിലും ഭാവത്തിലും നമ്മുടെ കേരളത്തിലേക്ക് അവതരിപ്പിക്കുന്ന ഈ മൗലിയെ പോലെയുള്ള ആളുകളുടെ ലക്ഷ്യം എന്താണെന്നും നമ്മൾ വിസ്തരിച്ച് ചർച്ച ചെയ്യേണ്ടി വരുന്നത്. ആമുഖമായി പറയാനുള്ളത്, അദ്ദേഹത്തിൻ്റെ 30 മിനിറ്റുള്ള ഒരു പ്രഭാഷണം ഇങ്ങനെ കേട്ടിട്ട് അതിൽ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി മറുപടി പറയേണ്ടത് എന്ന് തോന്നുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഉദ്ധരിക്കാതെ, അതിൻ്റെ ക്ലിപ്പൊന്നും മുറിച്ചിടാതെ നിങ്ങളോട് സൂചിപ്പിച്ച് അതിന് ചില മറുപടികളും വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും വിധത്തിലുള്ള ചില വിശദീകരണങ്ങളുമാണ് ഈ വേദിയിൽ സാധ്യമുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ഇൻഷാ അല്ലാഹ് ആവശ്യമാകുന്നൊരു ഘട്ടം വന്നാൽ അദ്ദേഹം പറയുന്ന ഓരോ അബദ്ധങ്ങളും കളവുകളും ഓരോന്നോരോന്നായി നമ്മുടെ ഇൻസ്പ്ര ഫൗണ്ടേഷൻ്റെ കീഴിൽ തന്നെ നമുക്ക് വിശദീകരിക്കണം. അതിനുള്ള മാർഗങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ആലോചിക്കുകയും വേണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ മൗലവിയെക്കുറിച്ച് വ്യക്തിപരമായി ഞാൻ ഇതിൻ്റെ മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. ഇനി ഞാനത് ആവർത്തിക്കുന്നില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ ആദർശം, സ്ഥിരമായി ആശയം മാറുക എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ആശയം മാറിക്കൊണ്ടേയിരിക്കുക, എന്നിട്ട് നല്ല ഭാഷയിൽ അതൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് ജനങ്ങളെ വസ്വാസിലാക്കുക. ആദ്യം ഇദ്ദേഹം സർവമത സത്യവാദിയായിരുന്നു. എല്ലാ മതങ്ങളും ഒരുപോലെ സത്യം എന്ന് വിശ്വസിക്കണമെന്ന് ഗംഭീരമായി പല പ്രഭാഷണങ്ങളും നടന്നു. സത്യം പറഞ്ഞാൽ ഒരു മതക്കാരനും അങ്ങനെ ഒരു വാദം ഉണ്ടാവില്ല. നമ്മൾ മുമ്പത് സംസാരിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ തന്നെ വാദങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഏകദൈവത്തെ വിശ്വസിക്കുന്ന ഇസ്ലാമും ബഹുദൈവത്തെ വിശ്വസിക്കുന്ന മറ്റൊരു മതവും രണ്ടും ശരിയാണെന്ന് പറയാൻ കഴിയില്ല. ഒന്നേ ശരിയാവും. അത് ഏത് എന്നത് പ്രാമാണികമായി മറ്റൊരു വേദിയിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. അപ്രകാരം തന്നെയാണ് വിരുദ്ധങ്ങളായ ആദർശങ്ങൾ എല്ലാം കൂടെ ഒന്നാവുക എന്നുള്ളത് സാധ്യമേ അല്ല. ഇദ്ദേഹം കുറേ കാലം ഇതിൻ്റെ ആളായിരുന്നു. പിന്നെ കുറേ കാലം നാരായണ ഗുരു ദർശനങ്ങളിൽ ആകൃഷ്ടനായി. 7 കൊല്ലത്തോളം. അന്നൊക്കെ അയാൾ നാരായണ ഗുരുവിൻ്റെ ആദർശം മാത്രം പറഞ്ഞ് അതാണ് ശരിയെന്നും പറഞ്ഞ് പലപ്പോഴും കാവ്യ മുണ്ടെടുത്ത് കാവ്യ പുതപ്പൊക്കെ എടുത്ത് വർക്കലയിലും മറ്റും താമസിക്കായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം സർവ്വവേദ സത്യവാദം എന്നുള്ള മറ്റൊരു ആശയത്തിലേക്ക് അയാളെത്തി. സർവ്വവേദ സത്യവാദം, എല്ലാ വേദങ്ങളും ശരിയാണ്. അദ്ദേഹം വേദങ്ങൾ എന്ന് വ്യവഹരിക്കുന്ന
പഴയ പുതിയ നിയമം ബൈബിളുകളും മറ്റ് ഹൈന്ദവ ഗ്രന്ഥങ്ങളും ഇതെല്ലാം ഒന്നാണ് എന്ന രീതിയിലായി അദ്ദേഹത്തിൻ്റെ ആദർശം. സത്യം പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ സർവ്വമത സത്യവാദത്തിൻ്റെ മറ്റൊരു വേർഷനാണിത്. കാരണം ഓരോ മതങ്ങളും വേദങ്ങളെ അല്ലെങ്കിൽ ഗ്രന്ഥങ്ങളെ ആശ്രയിച്ചാണ് ഉള്ളത്. എല്ലാ മതങ്ങളും സത്യമാണ്, എല്ലാ മതങ്ങളും ഒരുപോലെ ശരിയാണ് എന്ന് പറയുന്നത് അതേപോലെയാണ് എല്ലാ വേദങ്ങളും ഒരുപോലെ ശരിയെന്ന് പറയുന്നത്. ബൈബിളിൽ നിന്ന് കണ്ടെത്തിയാലും ഇല്ലെങ്കിലും ത്രിത്വദൈവത്തെയാണ് ക്രൈസ്തവർ അംഗീകരിക്കുന്നത്. പിതാവും പരിശുദ്ധാത്മാവും പുത്രനും ചേർന്ന മുക്കൂട്ട് ദൈവം. പരിശുദ്ധ ഇസ്ലാം കൃത്യമായി പറയുന്നത് നമുക്കൊക്കെ അറിയാം. സൂറത്ത് മുഹമ്മദിൻ്റെ 19-ാമത്തെ വചനം, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ഒരാരാധ്യനുമില്ല. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആരാണ്? അള്ളാഹുവിൻ്റെ പ്രവാചകർ. ഖുർആൻ പലയിടങ്ങളിൽ അത് ഊന്നി 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 പറഞ്ഞു. അള്ളാഹുവിൻ്റെ ഭാഗമാണോ ഈസാ നബി? അല്ല. ഈസാ നബി തന്നെയും സ്വതന്ത്രമായൊരു ദൈവമാണോ? ഒരിക്കലുമല്ല. ലഖദ് കഫറല്ലദീന ഖാലു ഇന്നല്ലാഹ സാലിസു സലാസ, ദൈവം ത്രിത്വമാണെന്ന് പറഞ്ഞവർ അവിശ്വാസികളാണെന്ന് ഇസ്ലാം ഖുർആൻ വ്യക്തമായ രീതിയിൽ പ്രഖ്യാപിച്ചതാണ്. പിന്നെ എങ്ങനെയാണ് ഈ രണ്ട് ആദർശങ്ങളും ശരിക്കും വിരുദ്ധങ്ങളായ രണ്ട് ആദർശങ്ങൾ നിലകൊള്ളുന്ന രണ്ട് ഗ്രന്ഥങ്ങൾ ഒരുപോലെ ശരിയാവുക? പിന്നീട് അദ്ദേഹം അതും കുറച്ച് മാറ്റി. പുതിയ നിയമം ബൈബിൾ മുഴുവൻ ശരിയാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ആദ്യത്തെ 4 പുസ്തകങ്ങൾ മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, ഇത് 4 ശരിയാണെന്നാണ്. അപ്പോൾ എന്തുകൊണ്ട് ബാക്കിയുള്ളത് ശരിയല്ല എന്നുള്ള ചോദ്യം വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് ക്രിസ്തുമതത്തെ പിന്നീട് വികലപ്പെടുത്തിയ പൗലോസിൻ്റെ രചനകളാണ് കൂടുതലും എന്ന്. ഈ പൗലോസിൻ്റെ ശിഷ്യനാണ് ലൂക്കോസ്, അത് വേറെ കാര്യം. പൗലോസിൻ്റെ രചനകൾ ശരിയല്ല, അദ്ദേഹത്തിൻ്റെ ശിഷ്യനാകുന്ന ലൂക്കോസ് പൗലോസിൽ നിന്ന് കേട്ടെഴുതിയത് ശരിയാണ്. ഇങ്ങനെയുള്ള ഒരു വൈരുദ്ധ്യത്തിലേക്ക് അയാളെത്തി. ഏറ്റവും ലാസ്റ്റ് ഇപ്പം അദ്ദേഹം ഏറ്റെടുക്കുന്ന ഒരു ദൗത്യം, കേരളത്തിൽ പണ്ഡിതന്മാരുടെ നിതാന്ത ജാഗ്രത കൊണ്ട് ഷിയായിസം കേട്ടുകേൾവി മാത്രമാണ് ഇപ്പോഴും. അങ്ങിങ്ങും ചില അപശബ്ദങ്ങളൊക്കെ ഉണ്ട്. അവിടെ എവിടെയും ചില ഫൗണ്ടേഷനൊക്കെ രൂപീകരിച്ചിട്ട് അവർ മുന്നേ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ കേരളത്തിൽ അത് വിരലിലെണ്ണാവുന്ന വ്യക്തികളിൽ മാത്രം പരിമിതമാണ്. എന്തുകൊണ്ട്? പണ്ഡിതന്മാരുടെ നിതാന്ത ജാഗ്രത തന്നെയാണ്. ഈ വിഷയത്തിൽ ഗംഭീരമായ പോരാട്ടം നടത്തിയിട്ടുണ്ട് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ. പിൻഗാമികളിൽപ്പെട്ട മഹാന്മാർ ഈ കൊണ്ടോട്ടി വന്ന് ഷിയായിസം പ്രചരിപ്പിക്കാൻ ശ്രമിച്ച തങ്ങളെന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ചില ആളുകൾ, അവർ ഖാൻ ബഹദൂർമാരായിരുന്നു. ബ്രിട്ടീഷുകാരുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഖാൻ ബഹദൂർ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ വിശദീകരിക്കണില്ല, നമുക്ക് സമയം കുറവാണല്ലോ. ബ്രിട്ടീഷുകാരുടെ ഉദ്യോഗസ്ഥന്മാർ, അവർ ശമ്പളം കൊടുക്കും. മുസ്ലിങ്ങൾക്കിടയിൽ ബ്രിട്ടീഷ് ഭരണത്തോടുള്ള ആത്മാർത്ഥതയും സ്നേഹമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നവർ, അവർക്ക് സ്വാധീനമുണ്ട്. ഒരു മന്ത്രിയുടെയൊക്കെ സ്ഥാനത്ത് അല്ലെങ്കിൽ ഒരു MLA സ്ഥാനത്തൊക്കെ അവരുണ്ടാകും. ഇങ്ങനെ ഖാൻ ബഹദൂർമാരായിക്കൊണ്ട് രാഷ്ട്രീയ സ്വാധീനം നേടി, പണ്ട് മുതലേയുള്ള ഒരു പ്രശ്നമാണത്. രാഷ്ട്രീയ സ്വാധീനം നേടി മതത്തെ ഒതുക്കാൻ ശ്രമിക്കുക. കേരള പരിസരത്തിൽ, മത സംഘടനാ പരിസരത്തിൽ ഇപ്പോൾ നമ്മൾ നന്നായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ സ്വാധീനം നേടി ഷിയായിസം കേരളത്തിൽ വളർത്താൻ ശ്രമിച്ച ആളുകളെ അതിശക്തമായ രീതിയിൽ പൊന്നാനി പാരമ്പര്യത്തിലുള്ള അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ എതിർത്ത് തോൽപ്പിച്ച ചരിത്രമാണ് ഈ കൊണ്ടോട്ടി പൊന്നാനി കൈക്കാർ തർക്കം എന്ന് പറഞ്ഞാൽ. അങ്ങനെ പണ്ഡിതന്മാർ നിതാന്ത ജാഗ്രതയോടുകൂടെ പ്രവർത്തിച്ച കാരണം കേരളത്തിൽ ഷിയായിസം വേരോടിയതേയില്ല. ആ പേരും പറഞ്ഞിറങ്ങിയാൽ ഇനിയോ അത് ക്ലിക്കാവൂല എന്നവർക്കറിയാം. കാരണം പണ്ഡിതന്മാരും മുതഅല്ലിമീങ്ങളും ദീനീ പ്രബോധകന്മാരും സജീവമായി ഇപ്പോഴും കേരളത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു. കേരളത്തിലെ മുഅ്മിനീങ്ങളുടെ ആദർശം സംരക്ഷിക്കാൻ വേണ്ടി പടപൊരുതിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് ഇത് മറ്റ് ചില രീതിയിൽ ഇങ്ങനെ കേരളത്തിലേക്ക് വരുന്നത്. അതിന് മുന്നിൽ നിൽക്കുന്നയാളാണ് ഈ CH മുസ്തഫ എന്ന് പറയുന്ന മൗലവി. അയാളുടെ ഈ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ വഫാത്തുമായി ബന്ധപ്പെട്ട പ്രസംഗം അരമണിക്കൂറുള്ളതാണ്. അത് പല സഹോദരന്മാരും എനിക്ക് തന്നെ വിട്ടുതന്നു. ഇതിങ്ങനെ പലരും കേട്ടുകൊണ്ടിരിക്കുന്നു. യുക്തിവാദികൾക്കൊക്കെ ഇതൊരു വലിയ ആഘോഷമായി. കാര്യം എന്താ വെച്ചാൽ ഇസ്ലാമിൻ്റെ ഇടയിൽ ഇങ്ങനെ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് മനസ്സിലായപ്പോൾ ഒന്നുമല്ല, അതുകൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ഇസ്ലാമിന് എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ അവർക്കൊക്കെ ഒരു സന്തോഷമായി. അങ്ങനെ അവരൊക്കെ അതിൻ്റെ പ്രചാരണം ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ 30 മിനിറ്റ് നീളമുള്ള ആ ഖുത്ബ എന്ന പേരിൽ അറിയപ്പെടുന്ന ആ ഒരു വൃത്തികെട്ട അബദ്ധങ്ങളുടെ പഞ്ചാംഗമായി മാറിയ ആ ഒരു പ്രസംഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യുകയാണ് ഇന്നത്തെ നമ്മുടെ ലക്ഷ്യം. അദ്ദേഹം ആദ്യമായി പറയുന്നത്, മഹാന്മാരാകുന്ന സഹബ കിറാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം ഖിലാഫത്തിൻ്റെ വിഷയത്തിൽ വലിയ തർക്കത്തിലായി എന്നാണ്. ഇസ്ലാമിക ചരിത്രത്തിലെ ആധികാരികമായ ഒരൊറ്റ ഗ്രന്ഥത്തിലുമില്ലാത്ത
അലി ബിൻ അബി ത്വാലിബ് തങ്ങളുടെ ആളുകളാണ് ഞങ്ങളൊന്നും പറഞ്ഞിട്ട് രംഗത്ത് വന്ന് സഹാബാ കിറാമിനെ പച്ചക്ക് ബത്സിക്കുകയും കുഫറിലേക്ക് ചേർക്കുകയൊക്കെ ചെയ്ത ഷിയാക്കളുടെ, പ്രത്യേകിച്ച് അവരിലെ തീവ്രവാദികളാവുന്ന റാഫിളികളുടെ വാദം അവരുടെ കിതാബുകളിൽ നിന്ന് എടുത്ത് ഉദ്ധരിക്കുകയാണ് ഈ മനുഷ്യൻ ചെയ്യുന്നത്. അയാൾ ഇടക്കിടക്ക് പറയുന്നുണ്ട്, ഞാൻ ഷിയാ കിതാബൊന്നല്ല ഉദ്ധരിക്കുന്നത്, അഹ്ലുസുന്നയുടെ കിതാബാണ്, ഞാൻ അപ്പോഴേക്കും എന്നെ ഷിയാക്കണ്ട, ഞാൻ അതിൻ്റെ ആളൊന്നുമല്ല എന്നൊക്കെ അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരാകുന്ന അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെയും മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങളുടെയും ഇത് എല്ലാ സഹാബിമാരും അറിയുന്നതും എല്ലാ സഹാബിമാരും അംഗീകരിക്കുന്നതുമാണ്. ഇത്തിരി രോഗം സുഖപ്പെട്ടു എന്ന് തോന്നുന്നൊരു ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പള്ളിയിലേക്ക് വരുന്നുണ്ട്. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ഇമാമ് നിന്ന് നിസ്കാരം നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടപ്പോൾ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പിന്നേക്ക് മാറാനുള്ള ശ്രമം നടത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തോട് തന്നെ നിസ്കാരം നിർവഹിച്ച് പൂർത്തിയാക്കാൻ വേണ്ടി ആക്ഷൻ ചെയ്തു. ആരായിരിക്കണം എൻ്റെ ഖിലാഫത്ത് ഏറ്റെടുക്കേണ്ടത് എന്ന് ആ സമൂഹത്തെ നേരിട്ട് പഠിപ്പിക്കുകയായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ വിഷയത്തിൽ വഫാത്തിന് ശേഷം സഹാബാ കിറാമുകൾക്കിടയിൽ നേരിയ ഒരു അഭിപ്രായ വ്യത്യാസം പോലും ഉണ്ടായിട്ടില്ല. അത് നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കണം. നേരിയ ഒരു അഭിപ്രായ വ്യത്യാസം പോലും ഉണ്ടായിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുറച്ചുകൂടെ വ്യക്തമായ രീതിയിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്തിനെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു, ഇമാം തൊബ്രാനി പോലെയുള്ളവർ, അഹമ്മദ്, നസാഇ ഇമാമൊക്കെ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ, മുസ്ലിമിൻ്റെ സഹീഹിൻ്റെ 2387 ഹദീസിൽ ആയിഷ ബി റളിയല്ലാഹു അൻഹ റിവായത്ത് ചെയ്യുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ മരണകാരണമായി തീർന്ന ആ രോഗത്തിൽ എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഇദ്ഈ ലി അബൂബക്കർ അബാക്കി വഅഖാക്കി. അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ, അതായത് ആയിഷ ബിയോട് പറയാണ്, താങ്കളുടെ പിതാവ് അതുപോലെ താങ്കളുടെ സഹോദരൻ രണ്ടുപേരെയും എൻ്റെ അടുത്തേക്ക് വിളിക്കൂ. അത്താ അക്തുബ് കിതാബൻ, ഞാനൊരു രേഖ എഴുതിത്തരാം. ഫഇന്നി അഖാഫു യതമന്നാ മുതമന്നിൻ, ആരെങ്കിലുമൊക്കെ പിൽക്കാലത്ത് ഈ ഭരണത്തിൻ്റെ വിഷയത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു താല്പര്യം പ്രകടിപ്പിക്കുന്ന അവസ്ഥ ഉണ്ടാകുമോ എന്ന് എനിക്കൊരു ചെറിയ ഭയമുണ്ട്. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുടരുകയാണ്, വയഖൂലു ഖായിലുൻ, ആരെങ്കിലുമൊക്കെ പറഞ്ഞു വയ്ക്കും, അനൗല, എനിക്കും പറ്റുമല്ലോ ഭരണം എന്ന് ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ സംശയിച്ചേക്കും. അങ്ങനെ വരുമ്പോൾ വയഉബല്ലാഹു അൽ മുഅ്മിനൂന ഇല്ലാ അബൂബക്കർ, അബൂബക്കർ തങ്ങളെ അല്ലാതെ മുഅ്മിനീങ്ങളും അല്ലാഹുവും സമ്മതിക്കൂല. വയഉബല്ലാഹു, അല്ലാഹു വിലങ്ങുന്നു, വൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങളും വിലങ്ങുന്നു, ഇല്ലാ അബൂബക്കർ, അബൂബക്കറിനെ അല്ലാതെ റളിയല്ലാഹു അൻഹു. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ മാത്രമേ അല്ലാഹു സമ്മതിക്കുന്നുള്ളൂ. അതുകൊണ്ട് ആർക്കെങ്കിലുമൊക്കെ ഒരു സംശയം ഇല്ലാതിരിക്കാൻ ഞാൻ കൃത്യമായി അത് പറഞ്ഞു തരാമെന്ന് ഇമാം മുസ്ലിം അടക്കം ഞാൻ ഈ പറഞ്ഞ വിവിധങ്ങളായ ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. എല്ലാ സഹാബികളും അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ ഖിലാഫത്തിനെ അല്ലെങ്കിൽ പ്രാധാന്യത്തെ എങ്ങനെയൊക്കെയാണ് അംഗീകരിച്ചത്? ഇസ്ലാമിക പണ്ഡിതന്മാർ അതിൻ്റെ ഒരു രീതി പറയുന്നുണ്ട്, അല്ലേ? സിദ്ദീഖുൽ ഫാറൂഖ് ഉസ്മാനുൻ അലി അർബഅത്തുൻ തർതീബു ഫളിഹിം ജലി. സിദ്ദീഖ്, അൽ ഫാറൂഖ്, ഉസ്മാൻ, അലി, സഹാബികളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠരുടെ ഓർഡർ ഇതാണ്, തർതീബു ഫളിഹിം ജലി. ഓരോരുത്തരിൽ ശ്രേഷ്ഠർ ആദ്യത്തേത് സിദ്ദീഖ് തങ്ങൾ, രണ്ടാമൻ ഉമർ റളിയല്ലാഹു അൻഹു, മൂന്നാമത്തേത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ, നാലാമത്തേത് അലി ബിൻ അബി ത്വാലിബ്. ഇതാണ് അവരുടെ ശ്രേഷ്ഠതയുടെ ഓർഡർ എന്ന് പണ്ഡിതന്മാർ എല്ലാവരും സമ്മതിക്കുന്നതാണ്. തർതീബു ഫളിഹിം ജലി, അവരുടെ ശ്രേഷ്ഠതയുടെ ഓർഡർ ഇപ്രകാരം എന്നത് വളരെ വ്യക്തമാണെന്ന് നമുക്ക് കിഫായത്തുൽ അവാം പോലെയുള്ള അഖീദയുടെ കിതാബുകളിൽ പോലും നമുക്ക് കാണാൻ പറ്റും. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നമ്മൾ പറയേണ്ടതില്ല. അലി ബിൻ അബി ത്വാലിബ് തങ്ങൾ തന്നെ അത് വിശദീകരിച്ചിട്ടുണ്ട്. തൻ്റെ ശേഷം ആരാണ് ഖലീഫത്ത് എന്നതിൽ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂചന നൽകിയിട്ടുണ്ട്. സിദ്ദീഖ് ഇബ്നുൽ അക്ബർ തങ്ങൾ ആരായിരുന്നു? സാഹിബുൽ ഗാറായിരുന്നു. ഇദ്ഹുമാ ഫിൽ ഗാർ ഇദ് യഖൂലു ലി സാഹിബിഹി ലാ തഹ്സൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിയലായ ഹിജ്റക്ക് കൂടെ നിന്നയാളാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി സർവം ത്യജിച്ചയാളാണ്, സർവം സഹിച്ചയാളാണ്. അവിടുത്തെ ഖിലാഫത്തിൽ ആർക്കും തർക്കമില്ലെന്ന് എല്ലാ സഹാബിവര്യന്മാരും ഒരുപോലെ അംഗീകരിക്കുന്നുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താവുന്ന സന്ദർഭത്തിൽ മഹാനായ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ആ സ്ഥലത്തില്ലായിരുന്നു.
അവിടുന്ന് ഓടിക്കതച്ചെത്തി ഹബീബായ നബി തങ്ങളുടെ മുഖത്ത് നിന്ന് തുണി നീക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ ഒരു ചുംബനം കൊടുക്കുന്നുണ്ട് നെറ്റത്ത്. എന്നിട്ട് ഹബീബായ നബി തങ്ങൾ ഏൽപ്പിച്ച ആ ദൗത്യം, ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിക്കേണ്ടതായ താൻ ഇവിടെ ഇമോഷൻ ഇളകാൻ പാടില്ലെന്ന് സിദ്ദീഖ് ഇബ്നു അക്ബർ തങ്ങൾ തീരുമാനിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവിടുന്ന് ആ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. പുറത്ത് ഉമറുൽ ഫാറൂഖ് തങ്ങൾ വാളെടുത്തിട്ട് ചുഴറ്റി നടക്കുകയാണ്. എൻ്റെ റസൂൽ മരിക്കൂല എന്നും പറഞ്ഞിട്ട്, മരിച്ചു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ തല കാണൂല എന്നും പറഞ്ഞിട്ട്. അവിടത്തേക്ക് അത് ഓർക്കാൻ കഴിയണില്ല റസൂലിൻ്റെ വഫാത്ത്. ഏറ്റവും ക്രൂരനായി ജീവിക്കുന്നതിനിടയിൽ ഈ ഒരു വിശാലതയുടെ ഉമറായി മാറുന്നത് ഈ ഒരു ഹബീബായ നബി തങ്ങളെ കൊണ്ടാണ്. അതുകൊണ്ട് റസൂൽ മരിക്കൂല എന്നും പറഞ്ഞിട്ട് ഉമറുൽ ഫാറൂഖ് വാളും ചുഴറ്റി നടക്കുക. ആരെങ്കിലും അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തല കാണൂല എന്നും പറഞ്ഞിട്ട് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ആദ്യം പോകുന്നത് ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ അടുത്താണ്. നെഞ്ചത്ത് തടവുന്നു, ചേർത്ത് നിർത്തുന്നു. എന്നിട്ട് സൂറത്ത് ആൽ ഇംറാന്റെ 144 വചനം ഓതി കൊടുക്കുന്നു. മാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹിർ റസൂൽ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റു പ്രവാചകന്മാരെ പോലെ തന്നെയാണ്. അവരൊക്കെ മരിച്ചു പോയിട്ടുണ്ട്. പലരും ഈസാ നബിയെ പോലെയുള്ള അപൂർവം ആളുകൾക്ക് അള്ളാഹു ആയുസ് നീട്ടിക്കൊടുത്തിട്ടുണ്ട്. അവരും മരിക്കും. അപ്പൊ റസൂലെങ്ങാനും മരിച്ചു അല്ലെങ്കിൽ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു, നിങ്ങൾ പിന്തിരിഞ്ഞോടാൻ പറ്റുമെന്ന് ഉഹദിന്റെ പശ്ചാത്തലത്തിൽ ഇറങ്ങി ആയത്ത് ഓതി കൊടുക്കുകയാണ്. സൈലന്റ് ആകുന്നു ഉമറുൽ ഫാറൂഖ് തങ്ങൾ. പിന്നീട് പറയുന്നുണ്ട് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ഓതിത്തരുമ്പോഴാണ് അങ്ങനെ ഒരു ആയത്ത് ഖുർആനിലുള്ളതിൻ്റെ ഓർമ്മയിലേക്ക് വന്നത്. കാരണം ഹബീബായ നബി തങ്ങൾ മരിച്ചു എന്ന് കേട്ടതോടുകൂടെ അന്താളിച്ചു. പിന്നെ ആയത്തൊന്നും ഓർമ്മല്ലേ. അവിടം മുതൽ ഈ ഉമ്മത്തിൻ്റെ നായകനായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മാറുന്നുണ്ട്. ഇത് ലോക മുസ്ലിങ്ങൾ എല്ലാവരും അംഗീകരിച്ചൊരു യാഥാർത്ഥ്യമാണ്. വിമർശിക്കാൻ വിചാരിക്കുന്ന ആളുകൾ ഏതൊക്കെ ഊക്കിലാണെന്ന് നിങ്ങൾ പോരാടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഇന്നലെ കേസരി എന്ന് പറയുന്ന വാരിക വാങ്ങിച്ചു. അതിൽ ജാമിദ ടീച്ചർ എന്ന് പറയുന്ന ഇസ്ലാമിനെതിരെ പറഞ്ഞ പോലെ തെറിയുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയുടെ ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ട്. അവർക്കൊരു ബോധമല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അവർക്ക് പരിശുദ്ധ ഇസ്ലാമിനെ കുറിച്ച് ഒന്നും അറിയില്ലേ. പണ്ടങ്ങാണ്ട് പല വിമർശകരും എഴുതി വെച്ച പുസ്തകം വായിച്ച് സമൂഹത്തിൽ അത് കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി വിസ്തരിക്കുകയാണ്. അതിനപ്പുറം ഒരു ബോധം അവർക്കില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇൻ്റർവ്യൂ നടത്തുന്ന ഈ വാരികയുടെ എഡിറ്റർക്കെങ്കിലും ഒരു അന്തം വേണ്ടേ. അതിൽ പ്രധാനമായി അവർ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഖുർആനിലുണ്ട് നബി മരിക്കൂലാന്ന്, പക്ഷെ ഹദീസിൽ മരിക്കുന്നത് കാണുന്നുണ്ട്. നീ എന്തൊരു അത്ഭുതമാണ്, ആലോചിച്ചു. ഇന്നക മയ്യത്തും ഫഇന്നഹും മയ്യത്തൂൻ, അങ്ങ് മരിക്കും, എല്ലാവരും മരിക്കും. ഇത് കണ്ടിട്ടാണ് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു യമനിൽ നിന്ന് ഓടി വരുന്നത്. ഈ ആയത്ത് കണ്ടിട്ടാണ്. അവിടുന്ന് സ്വപ്നം കാണുന്നു ഹബീബായ നബി തങ്ങൾക്ക് എന്തോ സംഭവിച്ചു എന്ന്. ഞെട്ടി ഉണർന്നു. പേക്കിനാവട്ടെ എന്നൊക്കെ ആഗ്രഹിച്ച് പിന്നെയും കിടന്നുറങ്ങി, അതേ സ്വപ്നം കണ്ടു. പിന്നെയും കിടന്നുറങ്ങി, അതേ സ്വപ്നം കണ്ടു. ഇനി വയ്യ ഉറങ്ങാമെന്ന് കരുതിയിട്ട് തൻ്റെ കയ്യിലുള്ള ഖുർആനിൻ്റെ കുറേ കഷ്ണങ്ങൾ, അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള കുറേ സുഹൃത്തുക്കളൊക്കെ എടുത്തിട്ടൊന്ന് ഓതാൻ തീരുമാനിച്ചു. ഖുർആൻ തുറന്നു തന്നെ ഓതാൻ തീരുമാനിച്ചു, കുറച്ചുകൂടെ ആശ്വാസം കിട്ടാൻ വേണ്ടി. ആദ്യമായി കാണുന്നത് ഇന്നക മയ്യത്തുൻ, റസൂൽ തങ്ങളെ അങ്ങ് മരിക്കും എന്നുള്ളതാണ്. പിന്നെ അവിടെ നിൽക്കാൻ പറ്റിയില്ല. ഇറങ്ങി ഓടി വാ മുഹമ്മദാ എന്നും പറഞ്ഞിട്ട്. മയ്യത്ത് സംസ്കരണം കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞിട്ടാണ് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് എത്തുന്നത്. എന്നിട്ട് ഖുർആനിലുണ്ടല്ലോ നബി മരിക്കൂല, പിന്നെ ഹദീസിലൊക്കെ നമ്മൾ മരിക്കണത് കാണുന്നുണ്ട്. അപ്പം മൂപ്പത്തിക്ക് ആകെ ഒരു സംശയം തോന്നി. ഇത്രയും നമ്മൾ ആലോചിച്ച് നോക്ക്. വിമർശിക്കുമ്പോൾ അല്ലെങ്കിൽ എതിർപ്പ് നടത്തുമ്പോൾ അത് ആധികാരികമായി നടത്തുന്നത് പരിശുദ്ധ ഇസ്ലാമിന് പുത്തരിയൊന്നുമല്ലല്ലോ. ആര് നടത്തിയാലും ആരൊക്കെ വിമർശിക്കാൻ വേണ്ടി മാത്രം സംവിധാനങ്ങളുടെ ഒരു കൂമ്പാരൊരുക്കിയിട്ടുണ്ട് ഇതുവരെയും ചരിത്രത്തിൽ. ഓറിയന്റലിസ്റ്റുകളുടെ പണി അതായിരുന്നു. ഇവരൊന്നും മാതിരി തുക്കടാച്ചികളല്ല. നേരെ മറിച്ച് നല്ല ബുദ്ധിവൈഭവമുള്ള എല്ലാ സംവിധാനങ്ങളും വെച്ച് പരിശുദ്ധ ഇസ്ലാമിനെയും ഖുർആനെയും വിമർശിക്കാൻ വേണ്ടി ആയുസ് മാറ്റിവെച്ചോർ. പരിശുദ്ധ ഹദീസ് ഷരീഫുകൾക്ക് ഇൻഡെക്സ് നിർമ്മിച്ചത് പോലും 2 ഫാദർമാരാണ്. ഒരു ഹദീസ് എവിടെയുണ്ടെന്ന് കണ്ടുപിടിക്കാൻ ഇന്ന് നമ്മുടെ മുമ്പിൽ സുതാര്യമായ മാർഗങ്ങളുണ്ട്. പല ജാതി ആപ്പുകളുണ്ട്. മക്തബത്തുൽ ഷാമില പോലെയുള്ള 10,000 ഗ്രന്ഥങ്ങളുള്ള സോഫ്റ്റ് എഡിഷനുകൾ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷെ അന്ന് അങ്ങനെയല്ല. ഒരു ഹദീസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ മൊത്തം ഹദീസിന്റെ കിതാബ് പരിശോധിച്ചുകൊണ്ടിരിക്കണം. അതില്ലാതിരിക്കാൻ വേണ്ടി 6-7 വാള്യത്തിൽ ഓരോ ഹദീസും ഏത് കിതാബിൽ, ഏത് പേജിൽ, ഏത് ബാബിൽ എന്ന രീതിയിൽ വിസ്തരിച്ച് ഇൻഡെക്സ് ഉണ്ടാക്കിയത് പോലും 2 ഓറിയന്റലിസ്റ്റ് പണ്ഡിതന്മാരാണ്. മുഅ്മിനീങ്ങളെ സഹായിക്കാനായിരുന്നു അത്? ഇല്ല.
പിന്നീട് വരുന്ന ഒരു ഓറിയന്റലിസ്റ്റ് പണ്ഡിതന് ഇസ്ലാമിനെ വിമർശിക്കാൻ പെട്ടെന്ന് സൗകര്യം കിട്ടണം. അപ്പോൾ ഒരു ഹദീസ് എവിടെ ഉണ്ട് എന്നുള്ളത് തുറക്കുമ്പോൾ തന്നെ കാണാൻ പറ്റണം. ഇതിനു വേണ്ടിയാണ് അവർ കഠിനമായി അധ്വാനിച്ചത്. അതിനുവേണ്ടിയാണ് അറബി ഭാഷ പഠിച്ച് മുഞ്ചിത് പോലെയുള്ള ഗ്രന്ഥങ്ങൾ ഉണ്ടാക്കാൻ മാത്രം അവർ ആ ഭാഷയുടെ വിഷയത്തിൽ വിജ്ഞാനം നേടിയത്. നമ്മളൊക്കെ കൂടെ അർത്ഥം കിട്ടാൻ ഡൗട്ടാവുമ്പോൾ ഈ മുഞ്ചിത് മറിച്ചോക്കട്ടെ എന്ന് എഴുതിയിട്ടാണോ? അല്ലല്ല. പിന്നെ പിൽക്കാലത്ത് വരുന്നൊരു ഓറിയന്റലിസ്റ്റ് ഇസ്ലാം വിമർശകന് വേഗം ഇസ്ലാമിനെ പഠിക്കാൻ കഴിയണം, അതിന് നിഘണ്ടു തയ്യാറാക്കി വെക്കണം. ഇങ്ങനെയൊക്കെ അധ്വാനിച്ച ആളുകളൊക്കെ കുളിപ്പിച്ച് കിടത്താൻ ശ്രമിച്ചിട്ടും പത്രമാറ്റോടുകൂടെ പരിശുദ്ധ ഇസ്ലാം ദർശനങ്ങളുടെ അന്തരീക്ഷത്തിൽ, ആകാശത്തിൽ ജ്വലിച്ചു നിൽക്കുകയാണ്. ഇതെല്ലാവരുടെയും മുമ്പിലുള്ള യാഥാർത്ഥ്യം. എന്നിട്ടാണ് ഈ വിവരം കേട്ട ആളുകൾ വന്നിട്ട് ഇങ്ങനെ അന്തം വിട്ട വർത്താനം പറയുന്നത്. മുഹമ്മദ് നബി മരിക്കൂല എന്ന് ഖുർആനിലുണ്ട് അത്രേ. ഞാനീ പറഞ്ഞ ആയത്തുകളൊക്കെ മരിക്കുന്നതാണ്. എന്നിട്ടത് അയപ്പായിട്ട് കൊടുത്തിരിക്കുക. അവരുടെ വലിയ ചിത്രം കവറായിട്ട് കൊടുത്തിരിക്കുക. കാരണം ഭയങ്കര ഇൽമാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതേ പ്രകാരം ദീനിനോടൊരു ബന്ധമില്ലാത്ത കുറേ കാര്യങ്ങൾ പറയുന്നിടത്താണ് ഞാൻ ഈ പറയുന്ന മൗലവിയും ശ്രദ്ധേയനാകുന്നത്. പച്ചപ്പൊള്ളു പറയുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒരു മനസ്സാക്ഷി കുത്തു വേണ്ടേ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രത്യേകത മാത്രം പറഞ്ഞാൽ നമുക്ക് ദിവസങ്ങളോളം പറയേണ്ടി വരും. ഞാൻ തൽക്കാലം അവിടെ നിന്ന് ഇങ്ങോട്ട് പോരാം. രണ്ടാമതായി സയ്യിദുനാ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മുത്തറസൂലും തമ്മിലുള്ള ബന്ധം എന്താണ്? അവർ മൂന്ന് പേരും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഉഹദിന്റെ മുകളിൽ നിൽക്കുമ്പോൾ ഉഹദ് ഇളകുന്ന കുലുങ്ങുന്ന ഒരു പ്രത്യേകമായ രംഗമുണ്ടായി. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, അടങ്ങുക, യാ ഉഹദ്, അടങ്ങ. നിന്റെ മുകളിലുള്ളത് ഒരു നബിയും ഒരു സിദ്ദീഖും രണ്ട് രക്തസാക്ഷികളുമാകുന്നു. ഒരു നബി, രണ്ടാമത്തെ സിദ്ദീഖ്, മൂന്നാമത്തെ ഉമർ അൽ ഫാറൂഖ് തങ്ങളും ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളും രണ്ട് രക്തസാക്ഷികൾ. ഉഹദ് അടങ്ങിയെന്നാണ്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, കൃത്യമായി എൻ്റെ മുമ്പിൽ എവിഡൻസുകൾ ഉണ്ട്, ഞാൻ സമയമെടുക്കുന്നില്ല, ഉമർ അൽ ഫാറൂഖ് തങ്ങളെ പറ്റിക്കാൻ ഇബ്ലീസിന് പോലും സാധ്യമല്ല. ഞാൻ എന്തിനാ പറയണത് എന്നുള്ളത് പിന്നീട് പറയാം. ഉമർ അൽ ഫാറൂഖ് തങ്ങളെ പറ്റിക്കാൻ ഇബ്ലീസിന് പോലും സാധ്യമല്ല. ഇബ്ലീസ് ഒരു വഴിയിലൂടെ വരുന്നു, സയ്യിദുനാ ഉമർ അൽ ഫാറൂഖ് തങ്ങൾ മറുവശത്ത് കയറുന്നു. ഇബ്ലീസ് മറ്റൊരു വഴി തേടി ഓടിപ്പോകുമെന്ന് ഹബീബിന മുഹമ്മദ് റസൂലുള്ളാഹി ലൗ കാന ബഅദി നബിയ്യുൻ ലകാന ഉമർ, എൻ്റെ ശേഷം ഒരു പ്രവാചകർ ഉണ്ടാകുമായിരുന്നെങ്കിൽ അത് ഉമർ അൽ ഫാറൂഖ് ആയിരിക്കുമെന്ന് മുഹമ്മദ് റസൂൽ. ഇതിൻ്റെ അപ്പുറം എന്താണ് ഉമർ അൽ ഫാറൂഖ് തങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അംഗീകരിച്ച് പ്രഖ്യാപിക്കേണ്ടത്? നിരവധിയായ ഹദീസുകളുണ്ട്, രണ്ടെണ്ണം ഉദ്ധരിച്ചു എന്നേ ഉള്ളൂ. ഇത്രമേൽ ശ്രേഷ്ഠരും സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇഷ്ടം പുലർത്തിയവരുമായിരുന്നു സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവും മഹാനായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവും. എന്തിനാണ് ഞാൻ അവരുടെ രണ്ടുപേരുടെയും മഹത്വം പറഞ്ഞത് എന്നറിയാവോ? ഈ മൗലവി പ്രസംഗിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം എന്താണ്? അത് പറയാൻ എന്നോട് അനുവദിക്കണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, രക്ഷിതാക്കൾ, അത് ഈ മൗലവി പറയണതാണെന്നുള്ള രീതിയിൽ മാത്രം കേട്ട് മനസ്സിൽ നിന്ന് ഒഴിവാക്കണം. ഫാത്തിമ ബി റളിയല്ലാഹു അൻഹയെ വീടിലിട്ട് വാതിൽ ഞെരുക്കി അവിടുത്തെ ഗർഭം മലസിപ്പിച്ച് വീടിന് തീ കൊടുത്ത് ഉമർ റളിയല്ലാഹു അൻഹു കൊന്നു കളഞ്ഞു എന്നാണ് ഈ മൗലവി പറയണത്. എന്നിട്ട് പറയാണ്, ഇതൊക്കെ മുസ്ലിംമാർ മൂക്കി വെച്ചതാണ്. നിങ്ങളുടെ ഉസ്താദുമാരുടെ മൂക്ക് പിടിച്ചിട്ട് ചോദിക്കുക, ഇതല്ലേ ഇസ്ലാമിക ചരിത്രം എന്ന്. 100% ആവേശത്തോടുകൂടെ നമുക്ക് വെല്ലുവിളിക്കാൻ പറ്റും. പരിശുദ്ധ ഇസ്ലാമിൻ്റെ ഏതെങ്കിലും ഒരു ചരിത്ര ഗ്രന്ഥത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്ന്. വലിയ കുറേ പുസ്തകങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട്. തനി ഷിയാക്കളുടെ മാറോല ഗ്രന്ഥങ്ങൾ. ഷിയാക്കളെ കുറിച്ച് നമുക്കറിയാം. ഷിയത്തു അലി എന്നാണ് അതിൻ്റെ പേര്. അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനായിരുന്നു ഭരണം കിട്ടേണ്ടത്. അത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവും മറ്റ് സഹാബിവര്യന്മാരും തട്ടിയെടുത്തു എന്നും പറഞ്ഞിട്ട് അഹ്ലുബൈത്തിനെ പ്രൊമോട്ട് ചെയ്ത് ഇസ്ലാമിക ലോകത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചൊരു ടീം. ഇവരുണ്ടാകുന്നത് എങ്ങനെയാണ്? ഒരു ജൂതൻ്റെ സൃഷ്ടിയാണ്. അയാൾ 12 ടീമിനുണ്ട്. പലയിടങ്ങളിലും പോയിട്ട് അയാൾ ഖിലാഫത്തിനെതിരെ പല ജാതി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ചില ആളുകളൊക്കെ, കൂഫക്കാരെ പോലെയുള്ള ചില ആളുകളൊക്കെ അതിൽ വീട് പോകുന്നുണ്ട് ഇയാളുടെ പ്രചാരണത്തിൽ. അങ്ങനെ അവരെല്ലാവരും അഹ്ലുബൈത്തിനെ സംരക്ഷിക്കാനാണെന്നുള്ള രീതിയിൽ പ്രത്യേകമായൊരു സംഘമായി മാറുന്നുണ്ട്. ആ സംഘം അലി ബിൻ അബി ത്വാലിബ് തങ്ങൾ പോലും ശക്തമായി എതിർത്ത ആളുകളായിരുന്നു. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത.
അലിയാർ തങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് പറയുന്ന ഈ ടീമിനോട് ശക്തമായ വിരോധിയായിരുന്നു അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അവിടുത്തെ ഭരണത്തിൽ പോലും ഇവർക്കെതിരെ പല രീതിയിലുള്ള മതപരമായ പണിഷ്മെൻറ്റുകൾ, ശിക്ഷാ നടപടികൾ അവിടുന്ന് എടുത്തിട്ടുണ്ട്. പിന്നെ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങൾ, ഈ 3 ഖലീഫമാരെയും നിയോഗിക്കുന്ന ചർച്ചായോഗങ്ങളിൽ അലി ഇബ്നു അബീ ത്വാലിബ് പ്രധാന സ്ഥാനത്തുണ്ടായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്തിൻ്റെ കാര്യത്തിൽ മാത്രമാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ചിത്രത്തിൽ നമുക്ക് കാണാനാകാത്തത്. എന്തുകൊണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം തിരുശരീരം സംസ്കരിക്കലുമായി ബന്ധപ്പെട്ട അഹ്ലുബൈത്തിൻ്റെ പ്രത്യേകമായ ഈ പരിപാടി ക്രമങ്ങളിൽ നേതൃത്വം വഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. രാഷ്ട്രീയപരമായി ഇസ്ലാമിൻ്റെ ആധികാരികത ഉറപ്പുവരുത്തണം. അതിനുവേണ്ടി സിദ്ദീഖ് തങ്ങൾ, ഉമറുൽ ഫാറൂഖ് തങ്ങൾ, ഉസ്മാൻ തങ്ങൾ പോലെയുള്ള ആളുകൾ ഖിലാഫത്തിനെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുശരീരം മറവ് ചെയ്യലുമായി ബന്ധപ്പെട്ട ഏർപ്പാടിലായിരുന്നു അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. 2 പരിപാടി ഒന്നിച്ച് നടക്കുകയാണ്. ഖിലാഫത്ത് വരണം. കാരണം റസൂൽ തങ്ങളുടെ വഫാത്തോടുകൂടെ ഇസ്ലാമിനെ ഇല്ലാതെയാക്കാൻ ശത്രുക്കളുടെ ശക്തമായ പ്രവർത്തനങ്ങളുണ്ടാകും. അപ്പോൾ ഖിലാഫത്ത് പെട്ടെന്ന് രൂപപ്പെടണം. അതേസമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനാസ സംസ്കരണവും കൃത്യമായി നടക്കണം. അഹ്ലുബൈത്ത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മരുവനാണ്. മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഫാത്തിമ മോളുടെ ഭർത്താവാണ്. അഹ്ലുബൈത്തിൻ്റെ ലീഡറാണ്. അവരെല്ലാവരും ചേർന്നിട്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനാസ കർമ്മങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു. അങ്ങനെ 2 രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഖിലാഫത്ത് ചർച്ചയിൽ നേരിട്ടിടപെടാൻ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾക്ക് സാധിച്ചിട്ടില്ല. അങ്ങനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫയായി മാറുന്നു. അതിനുശേഷം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവും ആയിഷ, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ പോലെയുള്ളവരും ചേർന്ന് ഖിലാഫത്തിനെ കുറിച്ചുള്ള ചർച്ച നടക്കുന്നുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരണത്തിലെത്തി. ആരുമേ അതിനെ എതിർക്കണില്ല. പക്ഷേ നമ്മളതിൽ പങ്കെടുപ്പിച്ചില്ല ചർച്ചയിൽ എന്ന രീതിയിൽ ചില അഹ്ലുബൈത്തിൽപ്പെട്ട ആളുകൾ അന്നങ്ങനെ ഒരു സംസാരം ഉണ്ടാക്കിയിട്ടുണ്ട്. ആകെ നമ്മുടെ മുന്നിലുള്ള വിമർശകർക്ക് ഇസ്ലാമിനെ എതിർക്കാനുള്ള ആയുധം ഇത് മാത്രമാണ്. അവർ സാധാരണഗതിയിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഉണ്ട്. മുസന്നിഫ് ഇബ്നു ഷൈബയിൽ, മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിൻ്റെ ഉസ്താദാണ് ഇബ്നു ഷൈബ. അദ്ദേഹത്തിൻ്റെ ഒരു ഹദീസ് സമാഹാരമാണ് മുസന്നഫ്. ഈ മുസന്നഫിലുള്ള ഒരു വാക്ക് അർദ്ധഭാഗം മാത്രം ഉദ്ധരിച്ച് ഈ വിഷയത്തിന് തെളിവുണ്ടാക്കിയിട്ട് അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവും മഹാന്മാരാവുന്ന ചില അഹ്ലുബൈത്തിൽപ്പെട്ട നേതാക്കളും ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് ചെല്ലുന്നു. എന്നിട്ട് അവർ ഖിലാഫത്തിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. ഈ ഒരു സന്ദർഭത്തിൽ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അവിടേക്ക് കടന്നു വരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു അങ്ങോട്ട് കടന്നു വരുന്നു. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു നിങ്ങൾ എന്താണ് സംസാരിക്കുന്നതെന്ന് ചോദിക്കുന്നു. ആ ചോദ്യം കഴിഞ്ഞിട്ട് ബഹുമാന്യരാകുന്ന ഉമർ റളിയല്ലാഹു അൻഹു, ഞാൻ ആ ഹദീസ് തന്നെ വായിക്കാം, അതിങ്ങനെ ജസ്റ്റ് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. മുസന്നഫ് ഇബ്നു അബീ ഷൈബയിൽ ഉദ്ധരിക്കുന്ന ഹദീസ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്തിന് ശേഷം കാന അലി വ സുബൈർ യദ്ഖുലാനി അലാ ഫാത്തിമ ബിൻത് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുബൈർ റളിയല്ലാഹു അൻഹുവും അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീവിയുടെ അടുത്തേക്ക് എത്തുന്നു. ഫയുഷാവറൂനഹ, എന്നിട്ട് ആയിഷ ബീവിയോട്, ഫാത്തിമ ബീവിയോട് അവർ മുഷാവറ നടത്തുന്നു, കൂടിയാലോചിക്കുന്നു. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ അവർ സംസാരിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അങ്ങോട്ട് കടന്നു വരുന്നു. ഫലമ്മാ ബലഗ ദാലിക ഉമർ ഇബ്നുൽ ഖത്താബ് ഖറജ ഹത്താ ദഖല അലാ ഫാത്തിമ. അങ്ങനെ ഫാത്തിമ ബീവിയുടെ അടുത്തേക്ക് വന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, യാ ബിൻത റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ പ്രിയപ്പെട്ട മോളെ, വല്ലാഹി മാ മിൻ അഹബ്ബിൻ അഹബ്ബ ഇലൈനാ മിൻ നബീകി, അങ്ങയുടെ പാപ്പയാകുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാൾ ഞങ്ങളിലേക്ക് ഒരാളും ഇഷ്ടക്കാരനില്ല. റസൂലിനെ പോലെ ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളുമേ ഇല്ല. പിന്നെ വമാ മിൻ അഹദിൻ അഹബ്ബ ഇലൈനാ ബഅദ അബീകി മിൻകി, അങ്ങയുടെ വാപ്പയെ കഴിച്ചാൽ വാപ്പയ്ക്കു ശേഷം ഫാത്തിമ ബീവിയാവുന്ന അങ്ങയേക്കാൾ മറ്റൊരാളെയും ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടമല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മോളാണ്. റസൂലുള്ളാഹി അത് പ്രഖ്യാപിച്ചതുമാണ്. ഫാത്തിമത്തു ബിദ്അത്തും മിന്നി, ഫാത്തിമ എൻ്റെ കരളിൻ്റെ കഷ്ണാണ്. മൻ അഹബ്ബഹ ഫഖദ് അഹബ്ബനി, ഫാത്തിമ ബീവിനെ ഇഷ്ടപ്പെട്ടവർ എന്നെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. വമൻ അബ്ഗളഹ ഫഖദ് അബ്ഗളനി, ഫാത്തിമ ബീവിയെ വെറുത്തവൻ എന്നെയും വെറുത്തിരിക്കുന്നു.
ഇത് അങ്ങയുടെ വാപ്പ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം അങ്ങയാണ്. ഇതൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു, എന്താണ് ഇവരൊക്കെ കൂടെ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ കൂടിയിരിക്കുന്നത്? ഞാനെങ്ങാനും ആളുകളോട് ഇവരുടെ മേലെ ഈ വീടിന് തീ കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും. പക്ഷെ ഞാൻ അങ്ങനൊന്നും ചെയ്യണില്ല. ഇനി ഇവരിവിടെ ഒരുമിച്ച് കൂടിയിട്ട് ഇങ്ങനെയുള്ള ചില ചർച്ചകൾ ഉണ്ടാകുന്നത് ഒരിക്കലും സംഘതമല്ല. അതുകൊണ്ട് ഞാൻ പിരിഞ്ഞു പോകുന്നു എന്നും പറഞ്ഞിട്ട് ഉമർ റളിയല്ലാഹുവിനോടൊന്ന് പോകുന്നുണ്ട്. ഫാത്തിമ ബി റളിയല്ലാഹു അൻഹ ഇതിന് ശേഷം ഇവരെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, തഅലമൂന അന്ന ഉമർ ഖദ് ജാഅനി, ഉമർ റളിയല്ലാഹു എൻ്റെ അടുത്ത് വന്നത് നിങ്ങൾക്കറിയാലോ. വഖദ് ഖലഫ ബില്ലാഹി ലഇന്നുത്തും ലയുഹരികന്ന അലൈക്കുമുൽ ബൈത, നിങ്ങളെങ്ങാനും ഇനിയും എൻ്റെ അടുത്തേക്ക് വന്ന് ചർച്ചകൾ നടത്താൻ വിചാരിച്ചാൽ നിങ്ങളുടെ മേലിൽ ഈ വീടിന് തീ കൊടുക്കുമെന്ന് അള്ളാഹുവിനെ സത്യം ചെയ്ത് ഉമർ റളിയല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു സത്യം ചെയ്ത് പറഞ്ഞാൽ അദ്ദേഹം അത് നടപ്പിലാക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഫൻസരിഫു റാഷിദീൻ, നിങ്ങളൊക്കെ പക്വമതികളായിട്ട് ഇവിടുന്ന് ഇറങ്ങിപ്പോണം, പിരിഞ്ഞു പോകണം. എന്നിട്ട് നിങ്ങൾ സ്വന്തമായി സംസാരിക്കുകയും തീരുമാനങ്ങൾ എടുക്കുകയും വേണം. അങ്ങനെ ഫൻസരിഫു അൻഹ, അവരെല്ലാവരും ഫാത്തിമ ബീവിയിൽ നിന്ന് പിരിഞ്ഞു പോയി. ഫലം യർജഉ ഇലൈഹ, പിന്നെ അവരെന്തായില്ല, മടങ്ങി വന്നില്ല. ഹത്താ ബായഉ ലി അബീബക്കർ, അങ്ങനെ അവർ എന്ത് ചെയ്തു? അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ബൈഅത്ത് ചെയ്തു. ഈ ഒരു ഹദീസ് അല്ലെങ്കിൽ ഈ ഒരു അസർ എടുത്തിട്ടാണ് ഈ മൗലവി തൻ്റെ വാദം മൊത്തം സമർത്ഥിക്കുന്നത്. ഈ അസർ മുന്നിൽ വെച്ച് ഇദ്ദേഹം നടത്തുന്ന കുറേ പച്ചക്കള്ളങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം പരിചയപ്പെടണം. ഇയാളിത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറയണത് എന്താണെന്നറിയോ? അന്ന് രാത്രി ഫാത്തിമ ബിയുടെ വീടിന് തീ പിടിച്ചു എന്നാണ്. അന്ന് രാത്രി. ഈ ഹദീസിൽ അങ്ങനെ സംഭവമേ ഇല്ല. പിന്നെ ഖിലാഫത്തിനെതിരെ ഇവർ സംസാരിച്ചു. ഇവർ അവസാനം വരെയും ഖിലാഫത്തിനെതിരെ നിലകൊണ്ടു എന്നാണ്. പക്ഷേ ഈ ഹദീസിൻ്റെ അവസാനത്തിൽ തന്നെ ഉള്ളത്, അങ്ങനെ അവർ പോയിട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മറ്റ് സഹാബികളുടെ സാന്നിധ്യത്തിൽ വെച്ച് മഹാനായ അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ ഖലീഫയായിട്ട് ബൈഅത്ത് ചെയ്തു എന്നാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സംസ്കരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇവരോട് കൂടിയാലോചിച്ചില്ല എന്നൊരു വിഷമം അഹ്ലു ബൈത്തിൽപ്പെട്ട ചില ആളുകൾക്ക് ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ആയാൽ എങ്ങനെയെന്ന് സംസാരിക്കാനാണ് അവർ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് വരുന്നത്. ഇത്രത്തോളം ശരിയാണ്. പക്ഷെ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, പൊയ്ക്കോളൂ, ബൈഅത്ത് ചെയ്തോളൂ എന്നും പറഞ്ഞിട്ട് അവരെ പിരിച്ചുവിട്ടു. അത് അവരങ്ങനെ തന്നെ പാലിക്കുകയും ഈ സഹാബികളുടെയൊക്കെ മധ്യത്തിൽ വെച്ച്, സാന്നിധ്യത്തിൽ വെച്ച് അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ ബൈഅത്ത് ചെയ്യുകയും ഉണ്ടായി. എന്തിനാണ് ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ തീവ്രമായി ഇടപെട്ടത്? ഇസ്ലാമിക രാഷ്ട്രം, ഭരണം നിലവിൽ വന്നാൽ അതിനെതിരെ പ്രവർത്തിക്കുന്നത് ഫിസ്ഖാണ്. ഏത് നമുക്കിഷ്ടപ്പെടാത്ത ഒരു ഹബിഷിയാകുന്ന ആളാണെങ്കിൽ പോലും ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. കാരണം ഇസ്ലാമിൻ്റെ പൊതു സംവിധാനത്തിന് വിരുദ്ധമായി ആരും നിലകൊള്ളാൻ പാടില്ല. ഉമർ റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്ത് വന്നയുടൻ പലരും ഇസ്ലാമിനെ എതിർക്കാൻ നിൽക്കുകയാണ്. സക്കാത്ത് നിഷേധികൾ ഒരു വശത്ത്, ജൂതന്മാരും ക്രൈസ്തവരും ഒന്നിച്ച് ഇസ്ലാമിനെ എതിർക്കാൻ വേണ്ടി ഒരു വശത്ത്, മുസൈലിമത്തുൽ കദ്ദാബിൻ്റെ വലിയ സൈന്യം, 2 ലക്ഷത്തോളമുള്ള വലിയ സൈന്യം യമാമ കേന്ദ്രീകരിച്ച് അവിടെ സർവായുധ വിഭൂഷിതരായി ഇസ്ലാമിനെ എതിർക്കാനും യുദ്ധം ചെയ്ത് തോൽപ്പിക്കാനും നിൽക്കുന്നു. ഈ ഒരു സമയത്ത് മദീന രാഷ്ട്രത്തിൻ്റെ ഐക്യം വളരെ പ്രധാനമാണെന്ന് രാഷ്ട്രീയ തന്ത്രജ്ഞതയിൽ ഏറ്റവും നിപുണനാകുന്ന ഉമർ റളിയല്ലാഹു അൻഹുവിന് മനസ്സിലാകുന്നു. അതുകൊണ്ടാണ് അവിടുന്ന് പറയണത്, നിങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ കൂടിയാലോചിച്ച് വർത്തമാനം പറഞ്ഞിരുന്നാൽ ആളുകൾ എന്തെങ്കിലുമൊക്കെ തെറ്റിദ്ധരിക്കും. അതുകൊണ്ട് ഇനി മേലാലൂടെ കൂടരുത്. കൂടിക്കഴിഞ്ഞാൽ ഞാൻ ഇതിന് തീ കൊടുക്കാൻ പറയും. ഫാത്തിമ ബീവിക്ക് നേരല്ല പറയണത്, അവരുടെ മേലിൽ ഞാൻ ഈ വീടിന് തീ കൊടുക്കും. തീ കൊടുക്കാൻ വേണ്ടി ഞാൻ പറയും. പറഞ്ഞിട്ട് തീ കൊടുക്കാൻ വേണ്ടിയിട്ട് കൽപ്പിക്കുന്നൊന്നുമല്ല. ഞാനെങ്ങാനും തീ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനങ്ങളത് ഏറ്റെടുക്കും. അതുകൊണ്ട് നിങ്ങൾ ഇനി ഒരുമിച്ച് കൂടരുത്. കാരണം ഇസ്ലാമിക രാഷ്ട്രത്തിനെതിരെ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അത്രമേൽ ഭീകരാണ്, അത്രമേൽ തീവ്രമാണ്. പ്രത്യേകിച്ച് ശത്രുക്കൾ ചുറ്റുഭാഗത്തും വളഞ്ഞു നിൽക്കുന്ന റസൂൽ തങ്ങളുടെ വഫാത്തിൻ്റെ അനന്തരമായ സന്ദർഭത്തിൽ. അതുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു വലിയ രാഷ്ട്രീയ തന്ത്രജ്ഞനായിരുന്നു. അവിടുന്ന് ഇടപെടുന്നു. അതുകൊണ്ട് ഇനി പരിപാടി പറ്റൂല എന്ന് പറയുന്നു. കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇങ്ങനെ ബൈഅത്തിന് താമസിപ്പിച്ചുകൊണ്ടിരുന്ന അഹ്ലു ബൈത്തിൽപ്പെട്ട മറ്റുള്ളവർ പോയിട്ട് ബൈഅത്ത് സ്വീകരിക്കുകയും ചെയ്യുന്നു.
ഈ ഒരു ഹദീസ് അല്ലെങ്കിൽ അസർ ഉദ്ധരിച്ചുകൊണ്ട് ഈ ചങ്ങാതി കുറേ പൊള്ളു പറയണം. ഒന്ന്, അന്ന് രാത്രി ഫാത്തിമ ബീവിയുടെ വീടിന് തീ പിടിച്ചു. അങ്ങനെ എന്താ പ്രശ്നം? മുആവിയ മതക്കാർ തീ കൊടുത്തു. എന്തൊരു വൃത്തികെട്ട ആരോപണമാണിത്. നമ്മളാലോചിക്കുക, ഇയാൾ തന്നെ പറയുന്നുണ്ട് ഫാത്തിമ ബീവിക്ക് പൊള്ളലേറ്റു, അങ്ങനെ 10 ദിവസം കടന്നു, 10ാം ദിവസം മരണപ്പെട്ടു എന്ന്. ഇനി നമ്മളൊരു വൈരുദ്ധ്യത്തിലേക്ക് പോകാം. ഈ ചങ്ങാതി പറയുന്നുണ്ട് ഫാത്തിമ ബീവി എന്നാ മരണപ്പെട്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശേഷം 40 ദിവസം കഴിഞ്ഞിട്ട് എന്നൊരഭിപ്രായം ഇയാൾ ഉദ്ധരിക്കുകയാണ്. 2 മാസം കഴിഞ്ഞിട്ടെന്ന് മറ്റൊരഭിപ്രായം, 6 മാസം കഴിഞ്ഞിട്ടെന്ന് വേറൊരു അഭിപ്രായം. എന്നിട്ട് ഇപ്പം പറയാണ് ചരിത്രം രേഖപ്പെടുന്ന ആ കാലത്ത് ഫാത്തിമ ബീവിയുടെ വഫാത്തിന്റെ ഡേറ്റിൽ മാത്രം എന്താണ് ഇങ്ങനെ തർക്കം വന്നത് എന്ന്. എന്തിനു വേണ്ടിയിട്ടാണ്? ഫാത്തിമ ബീവിനെ സമൂഹം പറ്റ അവഗണിച്ചു എന്ന് വരുത്താൻ വേണ്ടിയിട്ട്. താരീഖ് തുബരി അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട് ഈ വിഷയത്തിൽ. ഇമാം തുബരി റളിയല്ലാഹു അൻഹു അവിടുത്തെ താരീഖിന്റെ ആമുഖത്തിൽ പറയണത്, ഞാൻ സനദ് വെച്ച് എനിക്ക് കിട്ടിയ റിപ്പോർട്ടുകളെല്ലാം ഉദ്ധരിക്കും. എന്തിനാ സനദ് വെച്ച് ഉദ്ധരിക്കണത്? പിൽക്കാലക്കാർക്ക് പഠിക്കാനുള്ള സൗകര്യത്തിന്, ഇതിലേതാണ് ആധികാരികത എന്ന് മനസ്സിലാക്കാനുള്ള സൗകര്യത്തിന്. അങ്ങനെ ഞാൻ 3-4 അഭിപ്രായങ്ങൾ അവിടുന്ന് പറഞ്ഞതുപോലെ 3-4 അഭിപ്രായങ്ങൾ ഉദ്ധരിക്കുന്നു. എന്നിട്ട് അതിൽ ഏറ്റവും ഉറപ്പുള്ളത് 6 മാസം എന്നതാണെന്ന് പ്രത്യേകം പറയുകയും ചെയ്യുന്നു. ഇതന്നെ ചരിത്രത്തിന്റെ രീതി. അത് സംബന്ധമായി ലഭ്യമായ റിപ്പോർട്ടുകളൊക്കെ ഉദ്ധരിക്കും. എന്നിട്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതാണെന്ന് പറയുകയും ചെയ്യും. പിൽക്കാലത്തുള്ള എല്ലാ ചരിത്ര പണ്ഡിതന്മാരും എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും 6 മാസം എന്നതിനെ ഉറപ്പിച്ചവരാകുന്നു. 6 മാസം ഒന്ന്. രണ്ടാമത്തെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായ ദിവസം ഏതാന്നുള്ളതിൽ പോലും തർക്കമുണ്ട്. പിൽക്കാലത്തൊക്കെ ഉള്ള നമ്മുടെ ആധുനിക കാലത്തുള്ള എത്ര സംഗതിയിൽ തർക്കങ്ങളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മിഅ്റാജ് ഉണ്ടായത് എന്നാണെന്നുള്ളൊരു തർക്കങ്ങളുണ്ട്. നമ്മൾ റജബ് 27 മിഅ്റാജിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളൊക്കെ പറ്റും വിധത്തിൽ നോമ്പൊക്കെ എടുത്ത് പുണ്യം നേടാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അത് പൊതുവായ ഏറ്റവും അസഹായ അഭിപ്രായമാണ്. ലൈലത്തുൽ ഖദർ എന്നാണ്. പണ്ഡിതന്മാരുടെ ഇടയിൽ തർക്കങ്ങളുണ്ട്. ആ തർക്കം ആവശ്യവുമാണ്. മറ്റൊരു കാര്യം, ചരിത്രം ഏതും അങ്ങനെയാണ്, അതിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. എന്നിട്ട് ഫാത്തിമ ബീവിയുടെ വഫാത്തിന്റെ കാര്യത്തിൽ തർക്കമുണ്ടായതിൽ അതൊരു ഭയങ്കര കൊടൂരമായ ഭീകരമായ പ്രശ്നമായിട്ട് ഈ മൗലവി അവതരിപ്പിക്കുകയാണ്. പ്രശ്നം അതല്ല. അയാൾ പറയുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന്റെ ഉടനെ ഒരു 3-4 ദിവസം കൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് നടക്കുന്നുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരണത്തിലേറുന്നുണ്ട്. ആ ഉടനെയാണ് ഇയാളീ പറയുന്ന യോഗം ഉണ്ടാകുന്നത്. ഇയാളീ പറഞ്ഞ യോഗം ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ് പോയിട്ട്, ഞാൻ പറയുകയാണെങ്കിൽ ആളുകൾ ഇതിന് തീ കൊടുക്കട്ടോ, അതുകൊണ്ട് ഇനി ഇങ്ങനെയുള്ള യോഗങ്ങളൊന്നും കൂടരുത് എന്ന് പറയുന്നത് ഏകദേശം റസൂൽ തങ്ങളുടെ വഫാത്തിന്റെ വല്ലാതെ പോയാൽ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ്. പിന്നെ 10 ദിവസം ഫാത്തിമ ബീവി പൊള്ളലേറ്റ് കടന്നു എന്നും വെക്കുക. അപ്പം ആകെ ഒരു 10-17 ദിവസം. പക്ഷെ മൂപ്പരാൾ പറയണ എന്താ അറിയോ? 40 ദിവസം കഴിഞ്ഞിട്ടാണ് ഫാത്തിമ ബീവി മരിച്ചത് എന്നാണ് ഏറ്റവും ചുരുങ്ങിയ അഭിപ്രായം. 40 ദിവസം കഴിഞ്ഞിട്ടാണെന്നാണ്, അല്ലെങ്കിൽ 2 മാസം കഴിഞ്ഞിട്ടാണെന്നാണ്. ഇയാൾ ഈ പറഞ്ഞ കള്ളക്കഥയനുസരിച്ച് ഫാത്തിമ ബീവി മരിക്കേണ്ടത് 10 ദിവസം രോഗിയും ഒരു 4 ദിവസം ഖിലാഫത്തിൻ്റെതും അങ്ങനെ 10-14 ദിവസം കൊണ്ട് മരണപ്പെടേണ്ടതാണ്. പക്ഷെ മൂപ്പരനെ ഉദ്ധരിക്കുന്ന ഏറ്റവും ചെറിയ ആയിഷ ബീവിയുടെ ഫാത്തിമ ബീവിയുടെ വഫാത്ത് കാലത്രയാണ് 40 ദിവസം. ഈ വൈരുദ്ധ്യം എങ്ങനെയാണ് ഇയാൾക്ക് ന്യായീകരിക്കാൻ പറ്റുക? ഒരിക്കലും പറ്റൂല. പ്രശ്നം എന്താണ്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമറുൽ ഫാറൂഖ് തങ്ങളും ഈ ആയിഷ ബീവി ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ വല്ലാതെ വിഷമിപ്പിച്ചു എന്നും അങ്ങനെ തീ കൊടുത്ത് കൊന്നു എന്നൊക്കെയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി, മുസ്ലിം ലോകം ഇതുവരെ അങ്ങനെ ഒരു വാദം ഉന്നയിച്ചിട്ടേയില്ല. ഷിയാക്കൾ ഉന്നയിക്കുന്നുണ്ട്. അത് എത്രത്തോളം അവർ ഉന്നയിക്കുന്നുണ്ട്? അവരെത്രത്തോളം ഉന്നയിക്കുന്നുണ്ട്? പച്ചപ്പൊള്ളുകൾ എത്രയാണുള്ളത്? പിൽക്കാലത്ത് അഹ്ലുബൈത്തിനെ നാട് കടത്തിയത് ഒട്ടകങ്ങളുടെ പുറത്ത് സ്ത്രീകളെപ്പോലും നഗ്നരായിട്ട് ഇരുത്തിയത് കൊണ്ടായിരുന്നുവെന്നും, അങ്ങനെയാണ് ചില ഒട്ടകങ്ങളുടെ പൂഞ്ഞ 2ആയി മാറിയതെന്നും, അവരുടെ നഗ്നത മറക്കാൻ വേണ്ടി അല്ലാഹു തആല ഒട്ടകങ്ങളുടെ പൂഞ്ഞ 2 സൈഡിലും വലുതാക്കിയെന്നൊക്കെ കള്ളക്കഥ ഉണ്ടാക്കിയിട്ട് അഹ്ലുബൈത്തിനോടുള്ള മുഅ്മിനീങ്ങളുടെ സ്നേഹത്തെ മിസ്യൂസ് ചെയ്യാനും അത് ഉപയോഗപ്പെടുത്തിയിട്ട് ഇസ്ലാമിക ലോകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ഇതുവരെയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഷിയാക്കൾ. അവരങ്ങനെ പല കള്ളക്കഥകൾ ഉണ്ടാക്കുന്നുള്ളതിൽ ഒരു തർക്കമില്ല. അവരുടെ ഗ്രന്ഥങ്ങളിലാണ് ഈ സാധനങ്ങൾ ഉദ്ധരിക്കപ്പെടുന്നതും. അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരെല്ലാം ഇതിന് കൃത്യമായി മറുപടി പറഞ്ഞതാണ് കാലം ഇതുവരെയും.
എന്നിട്ട് ഈ ചങ്ങാതി അതൊരു വലിയ ഇൽമായിട്ട് ഉസ്താദുമാർ മറച്ചു വെച്ചു, മൂക്കിന് പിടിച്ച് ചോദിക്കുന്നതാണ് അവൻ പറയണത്. എന്തായിരുന്നു അഹ്ലു ബൈത്തുമായി മുത്തറസൂലിന്റെ കുടുംബവുമായി സഹാബാ കിറാമിന്റെ ബന്ധം? ഞാൻ വിസ്തരിച്ച് ചർച്ച ചെയ്താൽ അതൊരു ഒരു വൈകാരികമായ വിഷയാവതരണമായി പോകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവരായിരുന്നോ സിദ്ദീഖ് തങ്ങളും ഉമറുൽ ഫാറൂഖ് തങ്ങളും? അങ്ങനെയാണെങ്കിൽ ഇബ്ലീസിന് പോലും പഴപ്പിക്കാൻ പറ്റൂല എന്ന് റസൂൽ പറഞ്ഞിട്ട് എന്ത് കാര്യം? എൻ്റെ ശേഷം നബി ഉണ്ടാവുകയാണെങ്കിൽ അത് ഉമറുൽ ഫാറൂഖ് ആയിരിക്കുമെന്ന് മുത്ത് റസൂൽ പറയുന്നതിന് എന്തർത്ഥമുള്ളത്? തൻ്റെ പ്രിയപ്പെട്ട മോളെ ഉമറുൽ ഫാറൂഖ് തങ്ങൾ വാതിലിൻ്റെ ഉള്ളിൽ കുടുക്കിയിട്ട് ഗർഭം വലസിപ്പിച്ചു എന്നും തീ കൊടുത്തി കൊന്നു എന്നൊക്കെ പറയാൻ, നിർലജ്ജം പറയാൻ, ഈ ഉമ്മത്തിനിടയിൽ തർക്കമുണ്ടാക്കാൻ ഏതെങ്കിലും പിൽക്കാലത്തുള്ളവർക്ക് ജൂതന്മാരിൽ നിന്നും ഇസ്ലാമിക ശത്രുക്കളിൽ നിന്നും പണം കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് മാത്രമാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. നമ്മൾ ആലോചിച്ച് നോക്കുക, അന്ന് സഹാബികൾ എവിടെയായിരുന്നു? ഈ ഉമറുൽ ഫാറൂഖ് തങ്ങൾ മാത്രമൊന്നുമല്ലല്ലോ, അന്ന് സഹാബികൾ എത്ര ഉണ്ട്? ലക്ഷക്കണക്കിന് സഹാബികളുണ്ട്. പ്രിയപ്പെട്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം ഹബീബായ നബി തങ്ങളുടെ സ്മരണ തളം കെട്ടി നിൽക്കുന്ന ഈ മദീനയിൽ നിൽക്കാൻ പോലും പറ്റൂല എന്ന് പറഞ്ഞിട്ട് ദൂരേക്ക് പോയ ബിലാൽ ബിൻ റബാഹ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള റസൂലിനെ അത്രമേൽ സ്നേഹിച്ചിരുന്ന 10,000 ലക്ഷക്കണക്കിന് സഹാബികളുണ്ട്. ഇവരെല്ലാവരും ഫാത്തിമ ബീവിനെ ഇത്രമേൽ കഠിനമായി പീഡിപ്പിച്ചപ്പോൾ നോക്കി നിന്നു എന്നാണോ? അല്ല, അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് മാലാഖമാരുടെ ലെവലിലേക്കൊക്കെ എത്തിച്ചിട്ടാണ് ഷിയാക്കളുടെ പുസ്തകങ്ങളിൽ അവതരിപ്പിക്കാറുള്ളത്. അലി ബിൻ അബി ത്വാലിബ് തങ്ങൾക്ക് വലിയ ശ്രേഷ്ഠതകളുണ്ട്, വലിയ കഴിവുണ്ടായിരുന്നു. ഇബ്നു കസീറൊക്കെ ഉദ്ധരിക്കുന്നുണ്ട്, മുറഹിബിൻ്റെ ഖൈബർ യുദ്ധത്തിൽ മുറഹിബിൻ്റെ കോട്ടയുടെ വാതിൽ പറിച്ചെടുത്തിട്ട് അലി ബിൻ അബി ത്വാലിബ് തങ്ങൾ അത് പാലമാക്കി വെച്ചുകൊടുത്തതിനെ കുറിച്ച്. പിന്നെ കുറേ സഹാബികൾ അത് മാറ്റിവെക്കാൻ വേണ്ടിയിട്ട് എടുത്ത് പൊക്കിയിട്ട് അത് സാധിച്ചില്ലെന്ന് ഇബ്നു കസീർ ഉദ്ധരിക്കുന്നുണ്ട്. അത്രമേൽ ശക്തനായിരുന്നു, അതിലൊന്നും ഒരു തർക്കമില്ല. ഈ അലിയാര് തങ്ങൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഉമറുൽ ഫാറൂഖ് തങ്ങൾ വന്നിട്ട് വീടിന് തീ കൊടുത്തി കൊല്ലുമ്പോൾ എവിടെയായിരുന്നു? അത് കണ്ടു നിന്നു എന്നാണോ? പിന്നെ ഇവർ ഈ പറയുന്ന വീരത്വം, ശൂരത്വം, മലാഖമാരുടെ ശക്തിയൊക്കെ അലിയാര് തങ്ങൾക്ക് പിന്നെ എങ്ങനെയാണ് പിന്നെ ഇവരാരോപിക്കുക? അലിയാർ തങ്ങൾ മാത്രമാണോ? ഇബ്നു അബ്ബാസ് തങ്ങളില്ലേ? വേറെ എത്ര മഹാന്മാരന്നുണ്ട്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളില്ലേ? സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു ഇല്ലേ? ഈ മഹാന്മാരൊക്കെ ഉണ്ടായിട്ടും ഈ മഹാന്മാരെല്ലാവരും സജീവമായി അവിടെ നിന്നിട്ടും ഉമറുൽ ഫാറൂഖ് തങ്ങൾ വന്നിട്ട് ഫാത്തിമ ബീവിനെ അങ്ങോട്ട് വിഷമിപ്പിച്ച് തീ കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ അത് എത്രമേൽ ഈ സമൂഹത്തോട് ചെയ്യുന്ന ദ്രോഹമാണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണ്ടേ? അയാൾ പിന്നെയും കുറേ കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പരിശുദ്ധമായ ഇൽമ് എഴുതി വെച്ച ഗ്രന്ഥങ്ങളുടെയും പേരിൽ ഈ ഒരൊറ്റ കള്ളം മാത്രം അനലൈസ് ചെയ്താൽ ബാക്കിയുള്ളതിൻ്റെ സംഗതി നമുക്ക് മനസ്സിലാവും. ഈ മൗലവി പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കള്ളം, ഈ സുലൈം ബിൻ ഖൈസുൽ ഹിലാലി എന്ന് പറയുന്ന അലിയാർ തങ്ങളുടെ ശിഷ്യനുണ്ടായിരുന്നു. ആ ശിഷ്യന്റെ കിതാബിലാണ് ഇതൊക്കെ ശരിക്കുള്ളത് എന്നാണ്. എന്നിട്ട് അയാൾ പറയണേ, നിങ്ങൾ ഈ മറ്റു കിതാബൊന്നും നോക്കിയതൊന്നും കാണൂല. അതാണ് പ്രശ്നം. മറ്റ് കിതാബുകളൊന്നും നോക്കിയാൽ നിങ്ങൾക്ക് ഇതൊന്നും കാണാൻ പറ്റൂല. പിന്നെ ഈ സുലൈമിൻ്റെ കിതാബ് നോക്കണം എന്നാണ്. അലിയാരുടെ ശിഷ്യനായിരുന്നു അദ്ദേഹം പറയുന്നുണ്ട്. ആയിരിക്കും. അലിയാർ തങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരിൽപ്പെട്ട കുറേ ആൾക്കാരൊക്കെ തന്നെയാണ് ഷിയാക്കളായി മാറുന്നത്. അലിയാർ തങ്ങളോടൊപ്പം നടന്നവർ തന്നെയാണ് അവരൊക്കെ. പിൽക്കാലത്ത് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയെ വല്ലാതെ പീഡിപ്പിച്ചവരും ഇവർ തന്നെയായിരുന്നു. അതിന് കാരണക്കാരായവരും അവർ തന്നെയായിരുന്നു. കർബലയിൽ രക്തച്ചൊരിച്ചിലിന് കാരണക്കാരായവരും ഇവർ തന്നെയാണ്. കൂഫയിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് സന്നിഗ്ധമായ ഘട്ടത്തിൽ സപ്പോർട്ട് പിൻവലിച്ചുകൊണ്ട് മുങ്ങിയൊളിച്ച് അഹ്ലുസുന്നയുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ വിഷമം പിടിച്ച കർബല യുദ്ധത്തിന് കാരണക്കാരും ഇവർ തന്നെയായിരുന്നു. ഈ സുലൈം എന്ന് പറയുന്ന ആളുടെ സുലൈം ഇബ്നു ഖൈസുൽ ഇലാലിയുടെ കിതാബിലാണ് നോക്കേണ്ടത് എന്നാണ്. ഈ സുലൈം ഇബ്നു ഖൈസുൽ ഇലാലിയുടെ കിതാബിനെ പറ്റി പിൽക്കാലത്തുള്ള എല്ലാ പണ്ഡിതന്മാരും പറയുന്നത് അതാണ് ഷിയാക്കളുടെ ഏറ്റവും ഒന്നാമത്തെ പുസ്തകം എന്നാണ്. എന്നിട്ട് ഇയാൾ പറയാം, മുസ്തഫ മൗലവി, ഞാൻ ഷിയൊന്നുമല്ല, ഷിയാക്കളുടെ പുസ്തകമൊന്നുമല്ല ഞാൻ ഉദ്ധരിക്കുന്നത് എന്ന്. നിങ്ങൾ ഈ സാധാരണഗതിയിലുള്ള കിതാബിൽ നോക്കിയതൊന്നും കാണൂല എന്ന് മൂപ്പര് പറയും ചെയ്യാം. പിന്നെ ഏത് നോക്കണം? ഈ സുലൈം ഇബ്നു ഖൈസുൽ ഇലാലിയുടെ കിതാബ് നോക്കണം എന്ന്. ഈ സുലൈം ഇബ്നു ഖൈസുൽ ഇലാലിയെ കുറിച്ചുള്ള ദീർഘമായ പരാമർശങ്ങൾ എൻ്റെ മുന്നിലുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇപ്പറയുന്ന പുസ്തകമാണ് ഏറ്റവും ആദ്യത്തെ ഷിയാക്കളുടെ രചന എന്ന്
കൃത്യമായ രീതിയിൽ പിൽക്കാല പണ്ഡിതന്മാരെല്ലാവരും രേഖപ്പെടുത്തുന്നുണ്ട്. എന്നല്ല, ഷിയാക്കളുടെ ഇമാമുമാരെല്ലാവരും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകം, കിതാബ് ഇതാണെന്നും ഈ കിതാബില്ലാത്തവൻ ഷിയാക്കളുടെ ഒരു കാര്യവും മനസ്സിലാക്കിയവനല്ലെന്നും കൃത്യമായ രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ആരുടെ പുസ്തകമാണ്? അലിയാർ തങ്ങളുടെ പാർട്ടി എന്നും പറഞ്ഞ് രംഗത്ത് വന്ന് ഇസ്ലാമിന് ഏറ്റവും കൂടുതൽ വിഷമം സൃഷ്ടിച്ച ഈ ടീമിൻ്റെ പുസ്തകം എടുത്തിട്ടാണ് ഇസ്ലാമിക ചരിത്രത്തെ ഒരു വക്രീകരിച്ചു കൊണ്ടിരിക്കുന്നത്. പിന്നെ മഹദിയ ഫാത്തിമ റളിയല്ലാഹു അൻഹുവിനെ രാത്രി മറയതു എന്നുള്ളതാണ് ഒരു പ്രശ്നം. എന്തേ? മറ്റുള്ളവരൊന്നും അറിയാതിരിക്കാൻ. ക്ഷമിക്കണം, ഫാത്തിമ ബി വസിയത്ത് ചെയ്തിരുന്നു, എന്നെ രാത്രിയെ മറവെയ്യാവൂ. കാരണം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം കഫും തുണി 5 എണ്ണാണ്. മേൽക്കുപ്പായവും അരയുടുപ്പും തലയിൽ വെക്കുന്ന തട്ടവും പിന്നെ ആകെ മൂടുന്ന 2 തുണിയും അടക്കം ഇങ്ങനെ 5 തുണിയിൽ പൊതിഞ്ഞാലും അവിടുത്തെ ശരീരം, ആ ശരീരത്തിൻ്റെ രൂപം പുറത്തിങ്ങനെ കാണും. കഫൻ ചെയ്തിട്ടുണ്ടെങ്കിലും ശരീരത്തിൻ്റെ രൂപം ഇങ്ങനെ പുറത്ത് കാണും. ഇതുപോലും അന്യരാകുന്ന ഒരാൾ കാണരുത് എന്ന് മഹദിയാകുന്ന ഫാത്തിമ ബീവിക്ക് നിഷ്ഠയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മഹദി എന്നെ രാത്രി മറവെയ്താൽ മതി എന്ന് പറഞ്ഞു. എന്നെ കുളിപ്പിക്കേണ്ടത് ഭർത്താവാകുന്ന അലി ബിൻ അബി ത്വാലിബ് തങ്ങളാണെന്ന് പറഞ്ഞു. എൻ്റെ സംസ്കരണ പരിപാടികൾ നടത്തേണ്ടതും അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണെന്ന് പറഞ്ഞു. അലിയാർ തങ്ങളും ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയും തമ്മിലുള്ള ബന്ധം എത്രമേൽ പുഷ്കലമായിരുന്നു. അങ്ങനെയാണല്ലോ അലിയാർ തങ്ങൾ പള്ളിയിലിരിക്കുമ്പോഴാണ് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ ഓടിച്ചെല്ലണത്, ഉമ്മ മരിച്ചിക്കണമെന്നും പറഞ്ഞിട്ട്. ധീരനും ശൂരനും വില്ലാളിയുമായ അലി ബിൻ അബി ത്വാലിബ് മോഹാലിസപ്പെടുകയാണ്. മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഹൃദയത്തിന്റെ കഷ്ണം തൻ്റെ കരവലയത്തിൽ നിന്ന് പറന്നു പോകുന്നു. അത് പ്രതീക്ഷിച്ചതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന്റെ സമയം എല്ലാ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളും കണ്ടിരിക്കെ പ്രിയപ്പെട്ട മോൾ ഫാത്തിമാനെ വിളിക്കുന്നു. ചെവിയിൽ എന്തോന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഫാത്തിമ ബീവി കരയുന്നു. അടുത്ത് വിളിച്ചിട്ട് പിന്നെയും എന്തോന്ന് പറയുന്നു. അതോടുകൂടെ ചിരിക്കുന്നു. വഫാത്തിന് ശേഷം ആയിഷ ബി ചോദിക്കുന്നുണ്ട്, എന്തായിരുന്നു ആ സമയത്ത് അങ്ങനെ ഒരു ഭാവമാറ്റം എന്ന്. ആദ്യം പറഞ്ഞെടുത്തു, എൻ്റെ ഒപ്പം മരിക്കാന്ന് പറഞ്ഞു. ആദ്യം സ്വാഭാവികമായും മോളെന്ന നിലയ്ക്ക് എനിക്ക് കരച്ചിൽ വന്നു. പിന്നെ എൻ്റെ ഒപ്പം ചെവിയിൽ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ, എൻ്റെ കുടുംബത്തിൽ നിന്ന് ആദ്യമായി എന്നോട് ആഖിറത്തിൽ എത്തിച്ചേരുന്നത്, എൻ്റെ അടുത്ത് എത്തുന്നത് നീയായിരിക്കും. അതോടെ ഞാൻ ചിരിച്ചു. അതിനുശേഷം ഫാത്തിമ ബീവി നാരാമണ്ണം ഭക്ഷണം കഴിച്ചില്ല. മക്കൾക്കും അലിയാർ തങ്ങൾക്കുള്ള ബാധ്യത മാത്രം നിർവഹിച്ച് റസൂലിനെ ഓർത്ത് പ്രാർത്ഥിച്ചും കണ്ണീരൊലിപ്പിച്ചും കഴിഞ്ഞു. അവിടുത്തെ ശരീരം ശുഷ്കിച്ചു വന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് എപ്പോഴാ ചേരുക എന്നുള്ളത് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നു. ആ നിമിഷത്തെ കാത്തുകാത്തിരുന്നു. അങ്ങനെയുള്ളൊരു സന്ദർഭത്തിലാണ് ഫാത്തിമ ബി മരിക്കുന്നത്. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ പിതാവിൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലണത്. മോഹാലിസപ്പെടുന്നു അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. അവർ തമ്മിലുള്ള ബന്ധത്തിന്റെ ഊഷ്മളത. ഇനി ഒരു കാര്യം കൂടി നമുക്ക് പറയാം. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെയും ഫാത്തിമ ബീവിയുടെയും ഒരു മകൾ, അവരുടെ പേര് അസ്മയാണെന്ന് ഞാൻ ഓർക്കുന്നു. അവരെ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന് കെട്ടിച്ചെടുത്തു. മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഉമറുൽ ഫാറൂഖ് തങ്ങൾക്ക് കെട്ടിച്ചെടുത്തു. ഈ കഥ ഒന്ന് അനലൈസ് ചെയ്ത് ചിന്തിച്ചു നോക്കൂ. ഈ ഉമറുൽ ഫാറൂഖ് തങ്ങളാണ് ഇവർ പറയണ അനുസരിച്ച് ഫാത്തിമ ബീവിക്ക് തീ കൊടുക്കണത്. ഈ ഉമറുൽ ഫാറൂഖ് തങ്ങളാണ് വാതിൻ്റെ അടിയിൽ ഇടുക്കണത്. അങ്ങനെ ഇടുക്കി ഉമ്മയെ കൊന്നു എന്ന് ഇവർ പറയുന്ന ആൾക്ക് മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു മോളെ കെട്ടിച്ചു കൊടുക്കുകയാണ്. ഈ കുട്ടിൻ്റെ ഉമ്മനെ ഉമർ റളിയല്ലാഹു അൻഹു കൊന്നു എന്നാ പറയണത്. പറയാൻ പോലും നമുക്ക് വിഷമമുണ്ട്. ആ കുട്ടിയുടെ ഉമ്മനെ കൊന്ന ആൾക്ക് ആ കുട്ടിനെ കെട്ടിച്ചെടുക്കുന്നു. അവർ തമ്മിലുള്ള ഊഷ്മളമായ ബന്ധത്തിന് ഇതിനപ്പുറം വേറൊരു തെളിവിന് ആവശ്യമേ ഇല്ല. പിന്നെ ചിത്രത്തിലേക്ക് വലിച്ചേക്കപ്പെടുന്ന ഒരു മഹാനാണ് മുആവിയത്ത് ബിൻ അബി സുഫിയാൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ പിതാവ് മക്കം ഫത്ഹിന്റെ മുന്നേ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. പ്രഖ്യാപനം നടന്നിട്ടില്ലായിരുന്നു. അതിന് ചില രാഷ്ട്രീയ പരിമിതികൾ ഉണ്ടായിരുന്നു. മക്കം ഫത്തോടുകൂടെ എല്ലാം ഫത്ഹാവുന്നു. അവിടുന്ന് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു. നിർബന്ധിതനായി അബൂ സുഫിയാൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നു എന്നാണ് ആരോപണം. എന്നിട്ടോ അദ്ദേഹം ഇസ്ലാമിൽ 2 ചേരികൾ ഉണ്ടാക്കി തീർത്തു എന്നാണ്.
ക്ഷമിക്കണം, ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം ഇസ്ലാമിന്റെ ധീരനായ പോരാളിയായി അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു മാറി. അവിടുത്തെ ഒരു കണ്ണ് അമ്പേറ്റ് പോകുന്നുണ്ട് യുദ്ധത്തിൽ. എന്നിട്ട് രണ്ടാമത്തെ കണ്ണ് പോകുവോളം ധീരമായ യുദ്ധത്തിൽ നേതൃത്വം കൊടുത്തു. ആ കണ്ണും പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് മുസ്ലിം പടയാളികൾക്ക് വേണ്ട നിർദ്ദേശം കൊടുത്തു. വലിയ യുദ്ധതന്ത്രജ്ഞനായിരുന്നു. അബൂജഹലിന്റെ മരണം ബദറിൽ സംഭവിച്ചതിന് ശേഷം ഖുറൈശികൾ പിടിച്ചു നിന്നത് അബൂ സുഫിയാന്റെ നേതൃത്വം കൊണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ മകനാവുന്ന മുആവിയ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖുർആൻ എഴുത്തുകാരായിരുന്നു. അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വരുന്നതിന്റെ മുന്നേ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. ഖുർആൻ എഴുതാൻ റസൂലുള്ളാഹി വിശ്വസിച്ചേൽപ്പിച്ച കുത്താബുൽ വഹയിൽപ്പെട്ട ആളായിരുന്നു. പിൽക്കാല പണ്ഡിതന്മാരുടെ ഇടയിൽ ഒരു ചർച്ച കാണാം നമുക്ക്. ഞാൻ ഓർക്കണത് ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹുവിനോടാണെന്നാണ്. ആരോ ഒരാൾ ചോദിക്കുന്നുണ്ട്, മുആവിയ റളിയല്ലാഹു അൻഹു ആണോ ശ്രേഷ്ഠൻ, അതോ അഞ്ചാം ഖലീഫ എന്ന പേരിൽ പ്രസിദ്ധനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ആണോ ശ്രേഷ്ഠൻ എന്ന്? ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഹദീസ് സമാഹരിച്ചത് അവിടെ നിന്നാണ്. വലിയ മഹാനായിരുന്നു, സൂഫി വര്യനായിരുന്നു, ഭരണാധികാരിയായിരുന്നു. തൻ്റെ ഭരണകാലത്ത് സക്കാത്ത് വാങ്ങാൻ പോലും ആളില്ലാത്ത വിധം മനോഹരമായി ഭരണം നടത്തി ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. മിഷ്കാത്തിലൊക്കെ ഉദ്ധരിക്കുന്ന കിതാബുർ റഖാഖിൽ ഒരു ഹദീസ് കാണാം. സുമ്മയത്തിൽ ഖിലാഫത്തു അലാ നഹ്ജിൻ നുബുവ, പിന്നീട് ഖിലാഫത്ത് നുബുവത്തിന്റെ അതേ മോഡലിലേക്ക് എത്തിച്ചേരും. അതാരെക്കുറിച്ചാണെന്ന് മുല്ലാ അലിയുൽ ഖാരി വിശദീകരിക്കുന്നുണ്ട് മിർഖാത്തിൽ. ഉമർ ഇബ്നു അബ്ദുൽ അസീസിനെ കുറിച്ചാണ് റളിയല്ലാഹു അൻഹു. അത്രമേൽ ശ്രേഷ്ഠനാകുന്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളെയും മുആവിയത്ത് ബിൻ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുമയെയും താരതമ്യം ചെയ്തിട്ട് ആരാണ് ഏറ്റവും ശ്രേഷ്ഠർ എന്ന് പിൽക്കാലത്തെ മഹാപണ്ഡിതന്മാരോട് ചോദിക്കുന്നുണ്ട് ചിലർ. അവർ പറയുന്ന മറുപടി എന്താണെന്നറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം മുആവിയത്ത് ബിൻ അബൂ ജഹൽ സഞ്ചരിക്കുമ്പോൾ അവിടുത്തെ കുതിരയുടെ മൂക്കിലേക്ക് കയറിയ മണൽത്തരികളുണ്ടല്ലോ, ആ മണൽത്തരിയുടെ ശ്രേഷ്ഠത പോലും ഉമർ ബിൻ അബ്ദുൽ അസീസിനില്ല എന്ന് റളിയല്ലാഹു അൻഹും. ആ മണൽത്തരിയുടെ ശ്രേഷ്ഠത പോലും ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിനില്ല. ചില്ലറക്കാരനല്ല ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങൾ. നിരവധിയായ കിതാബുകളുണ്ട് അദ്ദേഹത്തെ കുറിച്ച്. ചിലത് മാത്രം ഞാൻ സൂചിപ്പിച്ചത്. പ്രവാചകത്വത്തിന്റെ ഖിലാഫത്ത് സിദ്ദീഖ് തങ്ങളും ഉമർ തങ്ങളും ഉസ്മാൻ തങ്ങളും വലിയാർ തങ്ങളൊക്കെ ഭരിച്ചതുപോലെ ഏറ്റവും നീതിയുക്തമായ ഭരണം പിന്നീട് നടത്തുമെന്ന് റസൂലുള്ളാഹി പ്രവചിച്ച ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന് മുആവിയത്ത് ബിൻ അബീ സുഫിയാനിന്റെ കുതിരയുടെ മൂക്ക് കയറുന്ന മണൽത്തരികളുടെ യോഗ്യത പോലും ഇല്ല എന്നാണ് പിൽക്കാല പണ്ഡിതന്മാരുടെ തീരുമാനം. എന്നിട്ട് പറയാം മുആവിയ മതക്കാര് ഈ മൗലവിയുടെ സ്ഥിരം പ്രയോഗമാണത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ പൊതുവായ കുറച്ച് കാര്യങ്ങൾ പറയാനേ നമുക്ക് ഈ വേദിയിൽ പറ്റുള്ളൂ. അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കും എടുത്ത് അദ്ദേഹം നടത്തുന്ന ഓരോ കള്ളവും പിടികൂടി കിതാബ് ഉദ്ധരിച്ച് ഇന്നതാണ് ശരി എന്ന രീതിയിൽ ചർച്ച ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണിത്. ഇതെന്തിനാ നമ്മളിങ്ങനെ ഈ ഒരു ഇൻസ്പ്ര ക്ലാസ്സിൽ സൂചിപ്പിക്കുന്നത്? നമ്മളൊക്കെ ക്ലിപ്പ് കണ്ടിട്ടുണ്ടാവും, പലരും എന്നെ വിളിച്ചിട്ടുണ്ട്, നമ്മുടെ ക്ലാസ്സിൽപ്പെട്ടവർ തന്നെയും. എന്തിന് ഇങ്ങനെ ഒരു ക്ലിപ്പുണ്ടല്ലോ, ഇങ്ങനെ ഒരു വയലുണ്ടല്ലോ, എന്താ ഇപ്പോൾ ഫാത്തിമ ബീവിൻ്റെ അവസ്ഥ എന്ന്? ഫാത്തിമ ബീവി സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന, സ്വർഗത്തിലെ സ്ത്രീകളുടെ നേതാവാണെന്ന് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിച്ചവർ. ഈ ഉമ്മത്തിൽ ഒരാൾ പോലും ഒരനിഷ്ടവും പ്രകടിപ്പിക്കാത്തവർ. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ തന്നെ വാക്ക് നമ്മൾ നേരത്തെ ഉദ്ധരിച്ചു. അള്ളാഹിൻ്റെ റസൂല് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം മഹദിയാകുന്ന ഫാത്തിമ അങ്ങയോടാണെന്ന്. ഫാത്തിമ ബി റളിയല്ലാഹു അൻഹ തൻ്റെ പിതാവിനെ ഓർത്തോർത്ത് പ്രാർത്ഥിച്ച് ഭക്ഷണമൊക്കെ കുറച്ചു മാത്രം കഴിച്ച് ആരാധനയിൽ 100% വ്യാപൃതയായി അവസാനം മനോഹരമായി തൻ്റെ മരണം സ്വീകരിക്കുന്നതാണ് ചരിത്രത്തിലുള്ളത്. അല്ലാതെ ഒരാളും പീഡിപ്പിച്ചതല്ല, ഒരാളും തീ കൊടുത്തതല്ല. തീ കൊടുത്തു എന്നിവർ പറയുന്നത് പോലും അവർ പറയുന്ന ചരിത്രം അനുസരിച്ച് കൃത്യമായ വൈരുദ്ധ്യമാണ്. മറന്നു പോകരുത്, 40 ദിവസമാണ് ഏറ്റവും ചുരുങ്ങിയത് റസൂലിൻ്റെ വഫാത്തിന് ശേഷം ഫാത്തിമ ബീവിയുടെ മരണത്തിൻ്റെ സമയം ഈ മുസ്തഫ മൗലവി പറയുന്നത്. പക്ഷെ അയാൾ പറഞ്ഞതനുസരിച്ച് 10 ദിവസത്തെ പൊള്ളലേറ്റുള്ള കടത്തവും പിന്നെ ഒരു 4-5 ദിവസവും കഴിഞ്ഞിട്ട് റസൂലിൻ്റെ വഫാത്തിൻ്റെ 15-ാം ദിവസത്തിൽ ഈ മഹദി മരിക്കണമായിരുന്നു.
പിന്നെയും കുറേ കള്ളക്കഥകളുണ്ട്, ഓരോന്നോരോന്ന് ഓർമ്മ വരികയാണ്. ആയിഷ ബീവി വന്നു എന്നാണ്. ആ സമയത്ത് ഫാത്തിമ ബീവിയുടെ മുഖം കാണിക്കാൻ സമ്മതിച്ചില്ല എന്നാണ്. അത് തുബരിയിലുണ്ട് എന്നാണ് പറയണത്. തുബരിയിൽ അങ്ങനെ ഒരു പ്രയോഗമേ ഇല്ല. ഒന്ന്. രണ്ടാമതായി ഒരു സംഭവം ഉണ്ടായിരുന്നു. അവിടെ മഹദിയാകുന്ന ഫാത്തിമ ബീവി മരണപ്പെട്ടിട്ട് അവർ പറയുന്നുണ്ട്, എൻ്റെ മുഖം, എൻ്റെ ശരീരം ആർക്കും കാണിച്ചു കൊടുക്കരുത്. ആയിഷ ബീവിക്ക് എന്നല്ല, ആയിഷ ബീവിക്ക് കാണിക്കരുത് എന്ന് ഇവർ പറയുന്നതിൻ്റെ ദുരുദ്ദേശം നിങ്ങൾക്ക് മനസ്സിലാവും. സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ മോളാണ് ആയിഷ ബീവി. അപ്പൊ സിദ്ദീഖ് തങ്ങളോട് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ആയിഷ ബീവി വന്നാൽ കാണിക്കരുത് എന്ന്. സത്യത്തിൽ എൻ്റെ ശരീരം, എൻ്റെ മുഖം മരണപ്പെട്ടാൽ ആർക്കും കാണിക്കരുത് എന്ന് വസിയത്തുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മരണം കേട്ട ഉടനെ ആയിഷ ബീവി വരുമ്പോ അത് കാണാൻ പാടില്ലെന്ന് അവരോട് പറയണത്. അവരുപ്പാൻ്റെ അടുത്ത് ചെല്ലുന്നുണ്ട്, കംപ്ലൈന്റ് പറയുന്നുണ്ട്, എനിക്ക് കാണിച്ചു തരുന്നില്ല. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ പരിപാടി എന്ന്. ആ സമയത്ത് ആർക്കും കാണിച്ചു കൊടുക്കരുത് എന്ന് മഹദി പറഞ്ഞിട്ടുണ്ട് എന്ന് വീട്ടിനകത്തുനിന്ന് നിർദ്ദേശം കിട്ടുന്നു. എങ്കിൽ ആ വസിയത്തനുസരിച്ച് പ്രവർത്തിച്ചോളൂ എന്ന് പറഞ്ഞ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിന്മാറുന്നു. എന്നല്ല, ഒരു ഹൗദജ്, ഒരു ഒട്ടകക്കട്ടിൽ രൂപീകരിച്ചു എന്നാണ്, ഉണ്ടാക്കിയെന്നാണ്, മരണത്തിന്റെ മുന്നേ തന്നെ. എന്നിട്ട് ഫാത്തിമ ബീവി പറയുന്നുണ്ട്, ഇത് നല്ല മനോഹരമായിരിക്കണല്ലോ, ഇത് നല്ല മനോഹരമായിരിക്കണം, തനിക്ക് യാത്ര പോവാൻ, ആരും കാണാതിരിക്കാൻ. അതുവരെയൊക്കെ മയ്യത്ത് ഈ ചെറിയ കോണി പോലുള്ള സംഭവത്തിലൊക്കെ ഇങ്ങനെ വെച്ചിട്ട് കൊണ്ടുപോകലാണ് പതിവ്. അതില്ലാതെ ഒരു കട്ടിൽ വെച്ചു, ഒരു ഒട്ടകക്കട്ടിൽ പോലെയുള്ള, ഇന്നൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലത്തെ ഒരു മൂടി ഉണ്ടാക്കി ഇത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് അവർ പറയുന്നുണ്ട്, വളരെ മനോഹരം, എത്ര സേഫായിട്ട് മരിച്ചു പോകാം എന്നുള്ള രീതിയിൽ. അവരുടെ വസിയത്തായിരുന്നു ആർക്കും കാണിച്ചു കൊടുക്കരുത് എന്ന്. അതിന്റെ ഭാഗമായി ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് കാണിച്ചു കൊടുത്തിട്ടില്ല. അത് സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്നു. അതുകൊണ്ടാണ് സിദ്ദീഖ് തങ്ങൾ പറയുന്നത്, വസിയത്ത് പ്രകാരം പ്രവർത്തിച്ചോളൂ. മരിച്ച ഒരാൾ വസിയത്ത് ചെയ്താൽ അത് പാലിക്കൽ നിർബന്ധമാണ്. അപ്പോൾ അവിടെ കൂട്ടിച്ചേർക്കുക, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മയ്യത്ത് നിസ്കരിക്കാൻ വന്നില്ല എന്ന്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കുക, ഒരു റിവായത്ത് പ്രകാരം ഫാത്തിമ ബീവിയുടെ മയ്യത്ത് നിസ്കാരത്തിന് നേതൃത്വം കൊടുത്തത് ഒന്നാം ഖലീഫയാകുന്ന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. അപ്പൊ മറ്റൊരു റിവായത്ത് അനുസരിച്ചോ നേതൃത്വം കൊടുത്തത് അലിയാരാണ്. സംഗതി സിദ്ദീഖുൽ അക്ബർ തങ്ങളടക്കം പ്രമുഖരായ എല്ലാ സഹാബികളും നിസ്കാരത്തിനുണ്ടായിരുന്നു. പിന്നൊരു വിഷയം കൂടി നമ്മൾ മനസ്സിലാക്കണം. ഏകദേശം വൈകുന്നേരം മരണപ്പെടുന്നു, പെട്ടെന്ന് തന്നെ മയ്യത്തെടുക്കണമെന്ന് മഹദി വസിയത്ത് ചെയ്തിരുന്നു. അതാണല്ലോ ഇസ്ലാമിൻ്റെ ഒരു രീതി. അപ്പോൾ ഒരു വമ്പിച്ചൊരു സമൂഹം ഒരുമിച്ച് കൂടിയിട്ട് ഒരു വലിയ നിസ്കാരം നടന്നിട്ടില്ല. അതെന്തുകൊണ്ടാണ്? മഹദിയുടെ വസിയത്ത് കൊണ്ടാണ്. മരണപ്പെട്ടാൽ എന്നെ പെട്ടെന്ന് തന്നെ മറവ് ചെയ്യണമെന്ന് അവർ വസിയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം റസൂലിൻ്റെ അടുത്തേക്ക് പോകാൻ തിടുക്കപ്പെട്ട് നിൽക്കുകയാണ്. ഇവിടെ വെച്ചുകൊണ്ടിരിക്കരുത്, ഇന്നാൾ വരാണ്ട്. ഇപ്പോഴൊക്കെ അങ്ങനെയല്ലേ, അമേരിക്കയിൽ നിന്ന് ഒരു മോൻ വരാണ്ട്, പിന്നെ UAE നിന്ന് ഒരാൾ വരുന്നുണ്ട്, നാളെയും മറ്റന്നാളും ലീവാ, ഇനി അതിൻ്റെ പിറ്റേന്നേ ഓന് വിസ കിട്ടുള്ളൂ. എന്നാൽ ഒരു കാര്യം ചെയ്യുക, ആശുപത്രി കൊണ്ടുപോയിട്ട് ഫ്രീസറിൽ വെക്കുക. ഇതൊന്നും പരിശുദ്ധ ഇസ്ലാമിൻ്റെ ഒരു ശരിയായ രീതിയല്ല. ഇതാണെങ്കിലോ 6 മാസമായിട്ട് റസൂലിനെ കാണാൻ മുട്ടി നിൽക്കുകയാണ് മഹദിയാം ഫാത്തിമ റളിയല്ലാഹു അൻഹ. അതുകൊണ്ട് മരണപ്പെട്ടാൽ ഉടനെ മറവ് ചെയ്യണമെന്ന് അവർ വസിയത്ത് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ആ വസിയത്ത് പാലിച്ച് പെട്ടെന്ന് തന്നെ മറയതു. ദൂരമുള്ള സഹാബിവര്യന്മാർക്കൊന്നും അവിടെ എത്താൻ പറ്റിയിട്ടില്ല. ഇതൊക്കെ വെച്ചിട്ട് കുറേ സഹാബിമാരൊന്നും പങ്കെടുത്തില്ല എന്ന് പറയാം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. പരിശുദ്ധ ഇസ്ലാമിൻ്റെ ചരിത്രം വ്യക്തമാണ്. പ്രമാണങ്ങൾ വസ്തുനിഷ്ഠവും സുഭദ്രവുമാണ്. കൃത്യമായ രീതിയിൽ അത് സമൂഹം പഠിച്ചിട്ടുമുണ്ട്. ആയിഷ ബീവിയാട്ടെ, ഫാത്തിമ ബീവിയാട്ടെ, ഖദീജ ബീവിയാട്ടെ, മുത്തറസൂലുമായി ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും ഒരാൾ ഏതെങ്കിലും രീതിയിൽ ഉപദ്രവിക്കുകയാണെങ്കിൽ മുസ്ലിം സമൂഹം നോക്കി നിൽക്കുമെന്നത് ഈ സമൂഹത്തോടുള്ള ഏറ്റവും പുച്ഛം നിറഞ്ഞ ആരോപണമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. പ്രത്യേകിച്ച് ധീരനും ശൂരനും വില്ലാളിയൊക്കെ ആയിട്ട് അലി ബിൻ അബി ത്വാലിബ് തങ്ങൾ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെ മറ്റു ചിലർ വന്നിട്ട് ഇങ്ങനെ വിഷമിപ്പിക്കുമ്പോൾ അത് എവിടെയോ ഒന്നിങ്ങനെ ഓച്ചാനിച്ച് നിന്നു എന്ന് പറഞ്ഞാൽ, അലിയാർ തങ്ങളുടെ ആളുകളാണെന്ന് പറഞ്ഞ് കുറേ ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയണത് ഇവർ. എന്നിട്ട് അവരൊക്കെ എന്ത് ചെയ്തു എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് തങ്ങൾ ഏറ്റവും നല്ല രാഷ്ട്രീയ തന്ത്രജ്ഞനായിരുന്നു. അവിടുന്ന് ഖിലാഫത്ത് രൂപപ്പെട്ടതിന് ശേഷം അങ്ങിങ്ങായിട്ട് ചില ശബ്ദങ്ങൾ, അത് എത്ര ആത്മാർത്ഥമായിട്ടാണെങ്കിലും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തെ ആ ചർച്ചയിൽ പങ്കെടുപ്പിക്കൽ
പങ്കെടുപ്പിച്ചിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു എന്നൊക്കെ ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അതുപോലും തെറ്റാണ്. കാരണം റസൂൽ തങ്ങളുടെ ജനാസ കർമ്മമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടാണ് ഇരിക്കുകയാണ് അവർ. റസൂലിൻ്റെ ജനാസ എടുക്കുന്നതിൻ്റെ മുമ്പ് ഖിലാഫത്ത് രൂപപ്പെടണം, അതിനുവേണ്ടിയുള്ള പ്രവൃത്തിയിലാണ് മറ്റുള്ളവർ. രണ്ടുപേരും അവരുടെ ദൗത്യം നിർവഹിച്ചതാണ്. എന്നാൽ ചില അഹ്ലുബൈത്തിൽപ്പെട്ട ആളുകൾക്ക് സ്വാഭാവികമായിട്ടും നമ്മളെ റസൂൽ മരിച്ചിട്ട് നമ്മളോടൊന്ന് ചോദിക്കണ്ടായിരുന്നോ എന്നുള്ള രീതിയിൽ ചില ചിന്തകളുണ്ടായി. അത് ഉമറുൽ ഫാറൂഖ് തങ്ങൾ തിരുത്തുന്നു. കാരണം ഖിലാഫത്ത് വളരെ പ്രധാനമാണ്. മുസ്ലിം ലോകത്തിൻ്റെ ഐക്യം റസൂലിൻ്റെ വഫാത്തിൻ്റെ ഇടയിലുള്ള പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ വളരെ പ്രധാനമാണ്. അതുകൊണ്ട് ഈ ചർച്ചയായിട്ട് ഇവിടെ നിൽക്കരുത്. ഞാനെങ്ങാനും പറഞ്ഞ ആളുകൾ നിങ്ങളുടെ വീടിന് തീ കൊടുക്കുന്നതാണ് പറയണത്, ഇവരുടെ മേൽ തീ കൊടുക്കുന്നതാണ് പറയണത്. ഫാത്തിമ ബീവിയെ ഒഴിച്ചു നിർത്തിയിട്ടാണ് ആ വാക്ക് പോലും. അതിൻ്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടാണ് ഫാത്തിമ ബീവി പറയുന്നത്, എല്ലാവരും പൊയ്ക്കോളൂ, ഇനി ബൈഅത്ത് ചെയ്യാതെ എൻ്റെ അടുത്തേക്ക് വരരുത് എന്ന്. നിങ്ങൾ മടങ്ങി വരരുത് ബൈഅത്ത് ചെയ്യാതെ. അപ്പോൾ ബൈഅത്തിനെ അംഗീകരിക്കുന്നു. എല്ലാവരും ബൈഅത്ത് ചെയ്തിട്ടുണ്ട്. ഇസ്ലാമിക ലോകത്ത് ഒരാൾ പോലും മാറി നിന്നിട്ടില്ല. അങ്ങനെ തന്നെയായിരുന്നു ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്തും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇസ്ലാമിലെ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ എടുക്കുക, ജനങ്ങളിടയിൽ അതങ്ങനെ ബത്സിച്ച് വിശദീകരിച്ച് കുഴപ്പാക്കാൻ ശ്രമിക്കുക. അങ്ങനെ കുറേ മുഅ്മിനീങ്ങളുടെ ഇടയിൽ വസ്വാസ് ഉണ്ടാക്കിയിട്ട് ഷിയായിസം കുത്തിവെക്കാനാണ് ശ്രമമെങ്കിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർ ജീവിച്ചിരിക്കുന്ന കാലം മുസ്തഫ മൗലവിയുടെ സ്വപ്നം പൂവണിയില്ലെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി. നമ്മൾ പരിശുദ്ധമായ റസൂലിൽ നിന്ന്, സഹാബികളിൽ നിന്ന്, പൂർവികരിൽ നിന്ന് കേട്ടുവന്ന ഇസ്ലാമിക ചരിത്രമുണ്ട്. അതിനപ്പുറം മറ്റൊന്നുമില്ല എന്ന് കൃത്യമായി ബോധ്യപ്പെട്ട് അയാളെന്നെ പറയേണ്ട ഒരു വാക്ക് ഞാൻ ഉദ്ധരിച്ചു. ഇത് നിങ്ങൾ കിതാബുകൾ നോക്കിയാൽ കാണൂല. പിന്നെ എവിടുന്ന് അത് കിട്ടേണ്ടത്? നിങ്ങൾ സുലൈമുൽ ഹിലാലിയുടെ കിതാബ് നോക്കണമെന്ന്. അദ്ദേഹത്തിൻ്റെ കിതാബിനെ പറ്റിയാണ് എല്ലാ പണ്ഡിതന്മാരും അത് അവലംബനീയമല്ലെന്ന് പറയണത്. എന്നാൽ എല്ലാ ഷിയാ പണ്ഡിതന്മാരും അത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകമാണെന്ന് പറയുന്നത്. ആ പുസ്തകം ഇല്ലാത്തവൻ ഷിയായിസം ഒന്നും പഠിച്ചില്ല എന്നൊക്കെ പിൽക്കാലക്കാരാകുന്ന ഷിയാ പണ്ഡിതന്മാർ എഴുതി വെക്കുന്നത്. ആ പുസ്തകത്തിൽ നിന്നാണ് ഈ കള്ളക്കഥകളൊക്കെ ഉദ്ധരിക്കുന്നത്. ഈ സുലൈമിനെ കുറിച്ച് പ്രത്യേകിച്ച് വ്യക്തമായ രീതിയിലുള്ള പഠനങ്ങൾ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അദ്ദേഹം ആരായാലും ഈ കിതാബ് വളരെ വൃത്തികെട്ടതാണെന്ന് പറയാതിരിക്കാൻ വയ്യ. അങ്ങനെ ഉണ്ടാവും ചില മുസന്നിഫിൻ്റെ വിരുദ്ധമായി പിൽക്കാലത്ത് ആടിയും പലതും എന്നിട്ട് അവരുടെ മേലിൽ അധ്യാരോപിക്കപ്പെടും. അതിനാണ് പ്രക്ഷിപ്തങ്ങളെന്ന് പറയുന്നത്. ആ ദസ് എന്ന് പറയും നമ്മുടെ അറബിയിൽ. അങ്ങനെ കുറേ സംഭവങ്ങൾ ഇതിൽ നടന്നിട്ടുണ്ടോ എന്നതൊക്കെ കൂടുതൽ പഠിക്കേണ്ടതാണ്. എന്തായാലും നിലവിലുള്ള ആ പുസ്തകം ആധികാരികമേ അല്ല, അത് ഷിയാക്കളുടെ ഏറ്റവും അവലംബകൃതിയാണ്. അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് ഇസ്ലാമിനെ മാനം കെടുത്താൻ ശ്രമിക്കുകയാണെങ്കിൽ അവരൊക്കെ സ്വപ്ന ലോകത്ത് മാത്രമാണെന്ന് ഓർമ്മപ്പെടുത്തി. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇതിലെ ഓരോ പോയിന്റ് വേറെ എടുത്ത് നമുക്ക് ആവശ്യമെങ്കിൽ മറുപടി പറയേണ്ടതുണ്ട്. അള്ളാഹു ദീനിനു വേണ്ടി ഖിദ്മത്ത് ചെയ്യാൻ നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. നല്ല രീതിയിൽ ഷഅബാനിനെയൊക്കെ ആസ്വദിച്ച് പരിശുദ്ധ റമദാനിലേക്ക് ഇഖ്ലാസുള്ള ഹൃദയവുമായി കടന്നെത്താൻ നമുക്കൊക്കെ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.